പ്രേക്ഷകരെ ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. നാം ഈ വചന പഠനം തുടങ്ങിയ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി 6 ആത്മീക ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. അല്പം കൂടെ വിശാലമായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ടായിരുന്നെങ്കിലും സമയത്തിന്റെ പരിമിതിയല്ല, സമയം ധാരാളം ഉണ്ടെന്നാൽ വിഷയങ്ങളുടെ അല്പം കൂടെ വിശദീകരണം വരുന്നത് കൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളിൽ എത്തുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ലല്ലോ, ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ആ വാക്യം ഒന്നും കൂടെ വായിച്ചിട്ട് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ചിന്തകളെ ഒരു 2 മിനിറ്റ് കൊണ്ട് റീക്യാപ്പ് ചെയ്തിട്ട് നാം പുതിയ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വായിക്കണം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ദൈവഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ആത്മനിറവിൻ ജീവിതം, അപ്പോൾ തന്നെ ആത്മനിയന്ത്രിത ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരും നിയന്ത്രിക്കപ്പെടുന്നവരുമാണ് ദൈവമക്കൾ എന്ന ഒരു ആത്മീക ആലോചനയാണ് നാം ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്നത്. നാം ആത്മനിറവിനെ കുറിച്ച് ആരംഭ ദിവസം ഒന്ന് സൂചിപ്പിച്ചു. ആത്മനിറവിന്റെ ജീവിതം ഇറ്റ്സ് എ കൺട്രോൾഡ് ലൈഫാണ്. 6 കാര്യങ്ങൾ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 4 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ആത്മനിറവിന്റെ ജീവിതം അത് കൺട്രോൾഡ് ലൈഫാണ്, നിയന്ത്രിത ജീവിതമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. 2, ഇറ്റ്സ് എ കംപ്ലീറ്റഡ് ലൈഫാണ്. ശരീരം മുഴുവൻ യുക്തമായി ഏകീഭവിക്കപ്പെട്ട് ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. കംപ്ലീറ്റ് ലൈഫാണ്, പൂർണ്ണതയുള്ള ജീവിതമാണ് ആത്മാവിന്റെ ജീവിതം. അത് ചിന്തകളും ഭാവങ്ങളും വിവേചനങ്ങളും സംസാരങ്ങളും നടപ്പും ഒക്കെ ശോധന ചെയ്ത് ആരാഞ്ഞറിഞ്ഞ് ആത്മാവിൽ ജീവിക്കുന്നു. 3ാമത് നാം ചിന്തിച്ചത് ആത്മാവിന്റെ ജീവിതം ഇറ്റ്സ് എ കമ്മ്യൂണിക്കേറ്റീവ് ലൈഫാണ്. സംസാരിപ്പാൻ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി ധ്യാനിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ലൈഫാണ്. സംസാരിക്കുന്നത് അന്യഭാഷ മാത്രമല്ല, ഉത്തമ സംസാരത്തിനും എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ നമ്മെ എപ്പോൾ എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മെ പ്രാഗൽഭ്യമുള്ളവരാക്കി മാറ്റുന്ന ആത്മാവിന്റെ നിയന്ത്രണമല്ല എന്നറിവ്. നാം 4ാമതായി ഇന്നലെ എനിക്ക് തോന്നുന്നു അവസാനിപ്പിച്ച് നിർത്തിയത് ഇറ്റ്സ് എ സെലിബ്രേറ്റിംഗ് ലൈഫ്. ആഘോഷിക്കുന്ന ജീവിതമാണ്, ആനന്ദ ജീവിതമാണ്, ആരാധിക്കുന്ന ഒരു ജീവിതമാണ് ആത്മനിറവിന്റെ ജീവിതം. ഇന്ന് നമ്മൾ അതിന്റെ 5ാം ഭാഗത്തിലേക്ക് വരികയാണ്. അതിൽ വരുന്ന പദം ഇതാണ്. 19ാം വാക്യത്തിൽ നിന്ന് നമുക്കത് കണ്ടെടുക്കാം. സ്തുതികളാലും അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി. ഇന്നലെ നാം ചിന്തിച്ചത് എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുന്ന ഒരു ആത്മീയ ജീവിതം, സെലിബ്രേറ്റിംഗ് ലൈഫ്. നമ്മുടെ ഹൃദയത്തിനകത്ത് പാടണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കണ്ടന്റ് ലൈഫ്. സംതൃപ്തമായിരിക്കണം. സംതൃപ്തിയില്ല. അതരം കൊണ്ട് പാട്ട് പാടാൻ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച വാക്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ സന്തോഷിപ്പിച്ച വാക്യം, അല്ലല്ലേ? ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പം ഒരു കഥയൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമൊക്കെ വരും. പക്ഷെ അത് പുറത്തു പോകുമ്പോൾ മാറും. എന്തെങ്കിലും ഇമ്പകരമായ ഒരു കാര്യം കേട്ടാലോ കണ്ടാലോ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നിലനിന്നേക്കാം. അതൊന്നും ആയുസ് വരെ നിലനിൽക്കത്തില്ല. ഹൃദയ സന്തോഷം എന്ന് പറയുന്നതാണ് ജോയ് ഇൻ ദ ഹാർട്ട്. അതാണ് നിലനിൽക്കുന്നത്. അതിന്റെ പേരാണ് സംതൃപ്തി. കണ്ടന്റ്മെന്റ് ലൈഫ് എന്നാണ് പറയുന്നത്. സംതൃപ്ത ജീവിതം, സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ഓർ സ്പിരിറ്റ് കൺട്രോൾ ലൈഫ് ഈസ് എ കണ്ടന്റ്മെന്റ് ലൈഫ്. സംതൃപ്തിയുള്ള ജീവിതമാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന വേദപുസ്തക ഭാഷ അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പദമാണ്. എന്താണ് അങ്ങനെ പരിഭാഷപ്പെടുത്തിയവരെ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. 2 ഭാഗത്ത് അത് കാണുന്നത് കൊണ്ട് ആ പരിഭാഷയിൽ വന്ന തെറ്റുകളൊക്കെ ഉണ്ട്, വേദപുസ്തകത്തിനുണ്ട്. കാരണം സംസ്കാരവും അല്ലെങ്കിൽ അവരുടേതായ പരിഭാഷകന്റെ രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു 1% അങ്ങനെയുള്ള എല്ലാ ഭാഷയിലും ഉണ്ട്. അതിന്റെ പ്രയോഗ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രീക്കും ഹീബ്രുവും പഠിച്ചിട്ട് ബൈബിൾ മനസ്സിലാക്കുന്നു ഓർക്കേണ്ട. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഭോഷന്മാരെ പോലെ വചനം വായിച്ചു, വചനം അവരെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ആ വിഷയമല്ല. എന്നാലും ആ പ്രയോഗത്തിൽ നമുക്കൊന്ന് ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകും. എന്താണ് ഈ കണ്ടന്റ്മെന്റ് ലൈഫ്? ആത്മനിറവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സംതൃപ്തിയാണ്.
അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. ഞാൻ ആരംഭ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ലവോദിക്ക സഭയെ കൂടെ ഓർപ്പിച്ചപ്പോൾ അവരും ഒരു സംതൃപ്തിയാണ്. പക്ഷെ ആ സംതൃപ്തിയും ഞാൻ ഇന്ന് പറയുന്ന ആത്മനിറവിന്റെ സംതൃപ്തിയും തമ്മിൽ മൈലുകളോളം വ്യത്യാസമുണ്ട്. ഒന്ന് സ്പിരിച്വൽ കോംപ്ലസൻസിയാണ്, സ്വയം പര്യാപ്തരാണോ എന്നുള്ള മിഥ്യാധാരണ. ശ്രദ്ധിക്കണം ആ പദം. ഒന്ന് തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾ അല്ലെങ്കിൽ സംതൃപ്തരാണ്, ഞങ്ങൾ ധനവാനാണ്, സമ്പന്നരാണ്, ഞങ്ങൾക്കൊന്നിനും കുറവില്ലെന്ന്. ഇതിന്റെ മറുവശം തിരിച്ചറിയാതെ, ആത്മീയ വശം തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ സ്വയം പുകഴുകയോ ചെയ്യുന്ന ലവോദിക്ക സഭയെ പരിശുദ്ധാത്മാവ് ശാസിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അങ്ങനല്ല, നിങ്ങൾ നഗ്നരാണ്, കുരുടരാണ്, ദരിദ്രരാണ് എന്ന് പറയുന്ന ആ പദം. അപ്പൊ അതൊരു സംതൃപ്തിയാണ്, അതൊരു മിഥ്യാബോധത്തിന്റെ സംതൃപ്തിയാണ്. അർത്ഥാൽ മിസ്അണ്ടർസ്റ്റുഡ് ആണ് അവർ, അല്ലെങ്കിൽ സംബടി അല്ലെങ്കിൽ അവരെ മിസ്ഗൈഡ് ചെയ്ത് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. യാർ ഓക്കെ അല്ലെ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, തെറ്റിദ്ധരിപ്പിക്കപ്പെടാം, വി ആർ ഡിസീവ്ഡ്, വഞ്ചിക്കപ്പെടാം. അതുകൊണ്ട് ഞാൻ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനടുത്ത് മുന്നോട്ട് പോകത്തുള്ളൂ. തെറ്റിദ്ധരിക്കപ്പെടാം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ആഴത്തിൽ പഠിച്ചില്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുക, തെറ്റിദ്ധാരണ ഉണ്ടാകുക. ഇന്ന് കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തമാണ്, അതൊരു അവബോധമാണ്, തിരിച്ചറിവാണ്. രണ്ടുകൂടെ പറഞ്ഞു. ഒന്ന്, ഞാൻ ധനവാനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട, ആത്മീയ സമ്പന്നനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ലവോദിക്ക സഭ. എന്നാൽ ആത്മനിറവിലുള്ളവൻ അറിയാം ഏതോ വിഷയത്തിൽ അല്ലെങ്കിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ സംതൃപ്തനാണ്. ആ സംതൃപ്തി, അപ്പൊ അതെന്താണ്? ആ കണ്ടന്റ്മെന്റും കോംപ്ലസൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് മിഥ്യാബോധമാണ്, രണ്ട് അവബോധമാണ്, അല്ലെ? ഒന്ന് തെറ്റിദ്ധാരണയാണ്, ഒന്ന് ഉറപ്പാണ്. ഒന്ന് ഹല്ലേലൂയ വഞ്ചിക്കപ്പെട്ടതാണ്, രണ്ട് ഹല്ലേലൂയ ഉറപ്പായി അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പം ആത്മനിറവിന്റെ ജീവിതം തെറ്റിദ്ധരിക്കപ്പെട്ട മിഥ്യാധാരണയല്ല, ആത്മനിറവിന്റെ ജീവിതം ഹല്ലേലൂയ യഥാർത്ഥമായ വെളിപ്പാടാണ്, തിരിച്ചറിവാണ്. അതാണ് സംതൃപ്തി എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്ന സ്പിരിച്വൽ കണ്ടന്റ്മെന്റ്, ആത്മീയ സംതൃപ്തി. വേദപുസ്തകത്തിലെ ഒരു സംഭവമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് ഒരു ധനവാന്റെ ലാസറിന്റെയും കഥ. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ്. ലൂക്കോസ് 16-ാം അധ്യായത്തിലുണ്ട് ധനവാനും ലാസറും, ധനവാൻ പടിപ്പുരയ്ക്കൽ കിടന്നതും. നമ്മൾ ആ ചരിത്രങ്ങളോ അതിന്റെ ധാരണകളൊന്നും ഞാൻ തിരുത്തുകയൊന്നുമല്ല ചെയ്യുന്നത്. ധനവാൻ എന്ന മനുഷ്യൻ ധനവാൻ ആയതുകൊണ്ടല്ല നരകത്തിൽ പോയതും ദരിദ്രനായതുകൊണ്ട് സ്വർഗത്തിൽ പോയി എന്നുള്ള പഠിപ്പിക്കലല്ല. അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറ്റിയത്? അവന്റെ ഭാഷയിൽ നിന്നൊരു അർത്ഥം അറിയാം. യേശു പറഞ്ഞ കഥയായതുകൊണ്ട് പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. കാരണം യേശു തന്നെ പറഞ്ഞ കഥയാണ്, എഴുത്തിൽ വന്നതല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അത് ഒരു സംഭവം അല്ലെങ്കിൽ എന്തിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി യേശു തന്റെ പ്രസംഗ ഭാഷ ഉപയോഗിച്ചു. ഒരാൾ സ്വർഗത്തിലും നരകത്തിലും, നമുക്ക് അങ്ങനെ പറയാം. അബ്രഹാമിന്റെ മടി എന്നുള്ള ആ പദം എടുത്തുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ധനവാൻ പറയുന്ന ചില പദങ്ങളിൽ നിന്ന് അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവന് തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞ പ്രസംഗകർ അവരെ തെറ്റിദ്ധരിച്ചു, പ്രവാചകന്മാർ അവരെ തെറ്റിദ്ധരിച്ചു. നിനക്ക് ഒരു കുഴപ്പമില്ല. അവന്റെ വീട്ടിൽ വന്ന പ്രാർത്ഥിച്ചവരും പ്രവാചകന്മാരും ബൈബിൾ ക്ലാസ് എടുത്തവരും പ്രസംഗിച്ചവരും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയായിരിക്കാം: യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, നിനക്ക് ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, നീ തന്നെ, അല്ലെങ്കിൽ നീയാണ് ഞങ്ങളുടെ പള്ളിയിലെ ഒന്നാം സ്ഥാനം, നീയാണ് മുഖ്യസ്ഥാനം, നീയാണ് ആത്മീയൻ, നിന്നെ പോലെ ഒരുത്തനില്ലെന്ന് പറഞ്ഞ് മുഖപ്രശംസയോ ചക്കരവാക്കോ മുഖസ്തുതിയൊക്കെ പറഞ്ഞ് പുള്ളി ആകെ അങ്ങ് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണയാണ് നരകത്തിൽ കടന്നുകൊണ്ട്, യാതനാ സ്ഥലത്ത് കടന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ ലാസറിന്റെ വിരലിന്റെ അഗ്രത്ത് ഒരു തുള്ളി വെള്ളം തൊട്ട് എന്നെ ഇങ്ങോട്ട് വിടണമെന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മുഴങ്ങുന്ന ശബ്ദം നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ഒരു പിളർപ്പുണ്ട്. അതൊരു വലിയൊരു ആത്മീയ വിഷയത്തിലേക്ക് നമ്മളത് എസെക്കിയേലും പിന്നെ വെളിപ്പാടോട് ചേർത്ത് പഠിക്കേണ്ട ഒരു എസ്കറ്റോളജിക്കൽ ടോപ്പിക്കാണ്, പ്രവാചനിക വിഷയമാണ്. എന്നാൽ അപ്പം അങ്ങനെ വരാൻ പറ്റുമെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞൊരു പദമുണ്ട്: അങ്ങനെയാണെങ്കിൽ ലാസറിനെ എൻ്റെ വീട്ടിലേക്ക് വിടണം. കാരണം എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും മാനസാന്തരപ്പെട്ടവരല്ല. അർത്ഥം ഞാനും മാനസാന്തരപ്പെട്ടവനല്ലാരും. ഇവിടെ അബ്രഹാം പിതാവിനെ കുറിച്ച് അവനറിയാം, ലാസറിനെ കുറിച്ച് അറിയാം, സ്വർഗത്തെ കുറിച്ച് അറിയാം, ദൂതന്മാരെ കുറിച്ച് അറിയാം. നല്ല വെളിപ്പാടുള്ളവർ. അർത്ഥം പറഞ്ഞാൽ, എന്റെ ഭാഷയിൽ നിന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 6 ദിവസത്തെ ബൈബിൾ ക്ലാസ്സും ആദ്യമേ തൊട്ട് കയറിയിരുന്നവരാണ്, ഒരു കുഴപ്പമില്ല. 5 ദിവസം കൃത്യമായിട്ട് പഠിച്ചവനാണ്, എല്ലാ സഭായോഗത്തിലും പോയവരാണ്, എല്ലാ മുഖ്യസ്ഥാനമുണ്ട്. പക്ഷെ അവൻ ഇപ്പോഴാ മനസ്സിലായത്, എന്റെ സഹോദരന്മാര് മാനസാന്തരപ്പെട്ടതിന്, അവർക്കും ഈ ഗതി വരാതിരിക്കേണ്ടതിന്. അർത്ഥം, മാനസാന്തരപ്പെട്ടവനാണെന്ന എന്റെ തെറ്റിദ്ധാരണയാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്.
ഗുണപ്പെട്ടവനാണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ലെ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ചു. എന്റെ ഭാഷ പറഞ്ഞാൽ ഒറ്റ പ്രഭാഷകനും ഒറ്റ പ്രസംഗകരും വിശ്വാസിക്ക് മാനസാന്തരം ആവശ്യമാണെന്ന് പ്രസംഗിച്ചില്ല. ഹല്ലേലൂയ. ദ റിപ്പന്റൻസ് ദാറ്റ് ലീഡ് ടു സാൽവേഷൻ, രക്ഷയ്ക്കായുള്ള മാനസാന്തരത്തെ കുറിച്ച് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം പിന്നീട് ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. ദ റിപ്പന്റൻസ് ദാറ്റ് ലീഡ് ടു സാങ്ക്ടിഫിക്കേഷൻ, ഒന്നാം ഭാഗം കറക്റ്റ് ആണ്. റിപ്പന്റൻസ് ദാറ്റ് ലീഡ് ടു സാൽവേഷൻ, രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം. രണ്ട്, വിശുദ്ധീകരണത്തിനായി നമ്മെ ദൈനംദിനം ഹൃദയങ്ങളെ കീറുന്ന മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ഗതി തന്നത്. അപ്പം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആത്മീയനായിരുന്നവൻ, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആത്മീയ സമ്പന്നത അവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, വചനത്തിൽ കൂടെ നാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സംതൃപ്തരായി മാറണം. ഉള്ളിൽ അറിയണം ഞാൻ ആത്മീയനാണ്. പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്നവർക്ക് ആ ബോധ്യം ഉണ്ടാകത്തുള്ളൂ. ഒരു സ്പിരിച്വൽ കണ്ടന്റ് ലൈഫ്, ആത്മീയ സംതൃപ്തി. ഞാൻ ഓർപ്പിച്ചുള്ള സ്വയം പര്യാപ്തരാണെന്നുള്ള തെറ്റിദ്ധാരണയല്ല, ഒരു ആഴമേറിയ അവബോധം, തിരിച്ചറിവാണ് ആത്മീയ സംതൃപ്തി. അതിനെ ഒന്ന് വിശകലനം ചെയ്യാനാണ് ഞാൻ അല്പസമയം വിനിയോഗിക്കുന്നത്. സ്തോത്രം. ഞാൻ അടുത്ത 2 വിഷയം കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ അതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഈ വിഷയത്തിലേക്ക് നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ കണ്ടതിൽ സന്തോഷം. ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ 3 ദിവസം ദുബായിൽ കൺവെൻഷന് പ്രസംഗിക്കുന്നുണ്ട്. അന്നേരം നിങ്ങളെ നേരിട്ട് കാണാം. കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സഭയിലല്ല, വേറെ ചർച്ചിന്റെയാണ്. ഞാൻ വരുന്നുണ്ട്. നമുക്ക് നേരിട്ട് കാണുവാൻ ദൈവം സഹായിക്കും. ഈ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 13. ഫിലിപ്പിയർ 4:13. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പെന്തിക്കോസുകാരന്റെ ആവേശവാക്യമാണ്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം. പ്രാർത്ഥനയിൽ നമ്മൾ ഇത് എങ്ങനെങ്കിലും ഒന്ന് തിരികെ കയറ്റിയില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം വരത്തില്ല. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി ഒക്കെ വരുമ്പോൾ പറയും, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ എന്നൊക്കെ പറയുന്ന ദൈവമക്കളെ, എന്താണ് പൗലോസ് ഇവിടെ പറയുന്ന ഈ എനിക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു അർത്ഥം അല്ലല്ലോ അതിനവിടെ ഉള്ളത്. നമ്മളത് ഏത് വാക്യം വായിച്ചാലും കോണ്ടെക്സ്റ്റുവൽ ആയിരിക്കണം, അതിന്റെ മുൻപും പിൻപും. കാരണം വേദപുസ്തകം എഴുതിയത് അധ്യായം വാക്യം തിരിച്ചല്ല, ഒരു ലേഖനം പോലെ എഴുതിയതാണ് വേദപുസ്തകം. 1540 അധ്യായങ്ങളായും 1600 വാക്യങ്ങളായും ഒക്കെ തിരിച്ചത്. അപ്പം 15ഓളം നൂറ്റാണ്ടുകൾ പുതിയ പ്രാരംഭ സമയത്തും അതിനു മുമ്പ് ഏകദേശം 5000-ഓളം വർഷങ്ങള് ഇത് വായിച്ചു പോകുന്നതായിരുന്നു. അല്ല, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കൈവച്ചിട്ട് പ്രോമിസ് വേർഡ് എടുത്ത് വായിക്കുന്ന വാക്യമൊന്നും അല്ലായിരുന്നു. നമ്മൾ ചുരുള് വായിക്കുന്ന പോലെ തന്നെ വായിച്ചുകൊണ്ടേ ഇരിക്കണമായിരുന്നു. ഇന്ന് നമുക്ക് വളരെ സൗകര്യമാണ്, പറഞ്ഞാൽ ഉടനെ തൊട്ട് വായിക്കത്തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്, ഡിവൈസുകളായി കഴിഞ്ഞു, അതെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആരംഭം തൊട്ട് അവസാനം വരെ വായിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ലേഖനങ്ങളും ഒക്കെ. അത് ലേഖനങ്ങളായിട്ട് എഴുതിയത്, നമ്മൾ അതിനെ അധ്യായം വാക്യങ്ങളുമായിട്ട് തിരിച്ചു കിട്ടിയത് കൊണ്ട് സൗകര്യമായി മിക്കവാറും അധ്യായങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അതിന്റെ തുടർച്ചയാണെന്ന്. ഉദാഹരണം 2 കൊരിന്ത്യർ 6-ഉം 7-ഉം ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ വായിക്കാൻ കഴിയും. ഇവിടെ നാം വായിച്ച ആ വാക്യത്തിന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. 4-ാം അധ്യായത്തിലെ ഏറ്റവും ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിലെ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള കുറെ വാക്യങ്ങളൊക്കെ ഉണ്ട്. 4-ന്റെ 6, 7 വാക്യങ്ങള്. പിന്നീട് അത് കഴിഞ്ഞാൽ 13, പിന്നെ 19. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ട വിഭവങ്ങൾ എന്നൊക്കെ പറയുന്ന ഫിലിപ്പിയർ ലേഖനത്തിലെ വാക്യങ്ങള്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എന്നാൽ ചോദിക്കുന്നതിൽ നിനക്കിലും അത്യന്തപരമായി ചെയ്യുന്ന പോലെ തന്നെ ഒരു വാക്യം തന്നെയാണ് ഈ 19-ാം വാക്യത്തില്. ഹല്ലേലൂയ. ദൈവം സകലവും, ഹല്ലേലൂയ, അല്ലെ, എല്ലാം തരുമെന്നൊക്കെയുള്ള സ്തോത്രമല്ലേ. ആ വാക്യങ്ങളൊക്കെ വളരെ സന്തോഷമാണ്. എന്നാൽ എന്താണ് പൗലോസ് ഇവിടെ പറയുന്ന എനിക്ക് സകലവും കഴിയും? അവിടെ സംതൃപ്തി എന്നുള്ള വാക്കിന്റെ ഒരു വിശദീകരണമാണ് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ. ഹല്ലേലൂയ. എനിക്ക് മതിയാകുന്നു എന്നൊരു പദമാണ്. എന്താണ് അത്? അതിന്റെ 11 തൊട്ടൊന്ന് വായിച്ചാട്ടെ. 11 തൊട്ട് 14 വരെയുള്ള വാക്യം. പുറകോട്ട് 2 വാക്യങ്ങളുണ്ട്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ വേദപുസ്തകത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് അലംഭാവം. നമ്മുടെ മലയാള ഭാഷയിൽ അലംഭാവം എന്ന് പറഞ്ഞാൽ അലസത എന്നുള്ള ഒരു പ്രാഥമിക അർത്ഥമാണ് അലംഭാവത്തിനുള്ളത്. തിമോത്തിയോസിന്റെ ലേഖനത്തിലും ഉണ്ട് ഇതേ പദം തന്നെ, അലംഭാവം. നമ്മൾ ആ ഭാഗത്തേക്ക് വരും പിന്നീട്. അപ്പൊ എന്തുകൊണ്ടാണ് ആ പദം അവിടെ ഉപയോഗിച്ചതെന്ന് എനിക്കത്ര, ഞാൻ മലയാള ഭാഷ പണ്ഡിതനല്ലേലും അത്യാവശ്യം കുറച്ച്
മലയാള ഭാഷയില് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത്ര വലിയ പണ്ഡിതരൊന്നും അല്ല, എന്നാലും വളരെ എന്നെ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടും സംതൃപ്തി എന്നൊരർത്ഥം അലംഭാവത്തിന് ഇല്ല പ്രാഥമിക അർത്ഥത്തിൽ. പിന്നെ എങ്ങനെങ്കിലും ഉണ്ടോ, കോമ്പൗണ്ട് മീനിങ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ എനിക്കറിയാം ഹൗ ടു ബി അലംഭാവം, അലസത എന്നുള്ളതല്ല. പക്ഷേ അതിന് എന്തായിരിക്കാം ആ വായിച്ച ആള് ഹെബ്രായ ഭാഷ വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ഹീബ്രു ഭാഷ വായിച്ചപ്പോൾ, കൊയിനെ ഗ്രീക്ക് വായിച്ചപ്പോൾ വായിച്ച ആ മനുഷ്യന്, ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്ക് ഉണ്ടായ ചിന്ത ഇതായിരിക്കാം. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കറിയാം. ഇതാണ് അവിടെ അലംഭാവം എന്ന പ്രയോഗം കൊണ്ട് താൻ അർത്ഥമാക്കിയതെന്ന ഒരു പരിഭാഷ സിദ്ധാന്തമാണ്. ചില വിഷയത്തിൽ ഞാൻ കണ്ണടച്ചിരിക്കാൻ എനിക്കറിയാം. അതാണ് അതിന്റെ പ്രാഥമിക അർത്ഥം. അതുകൊണ്ടായിരിക്കാം അലംഭാവം എന്ന പദം അവിടെ കണ്ടിട്ട്. അവൻ എന്താ കണ്ടിട്ട് ഒരു മൈൻഡ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ പറയത്തില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ട് മൈൻഡ് ചെയ്തില്ല എന്ന് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടോടുകൂടെ ഇരിക്കാൻ എനിക്ക് അറിയാം. വായിച്ചോ, അത് വായിച്ചു. അലംഭാവത്തോടു കൂടെ ഇരിപ്പാനും അലംഭാവത്തോടെ താഴ്ചയിലിരിപ്പാനും ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഇവിടെയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നത്. എന്തിനാണ്? ഉള്ള അവസ്ഥയിൽ ഒരു കംപ്ലൈന്റും ഇല്ലാതിരിപ്പാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എല്ലാം ഉള്ള അവസ്ഥയിൽ അഹങ്കരിപ്പാതിരിപ്പാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകും. ആത്മനിറവിന്റെ ജീവിതത്തെ വ്യത്യസ്തമായി കാണാതെ താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും, അല്ലെങ്കിൽ സമൃദ്ധിയിലിരിപ്പാനും ഇല്ലായ്മയിലിരിപ്പാനും ബുദ്ധിമുട്ടിലിരിപ്പാനും എല്ലാം ഉള്ളപ്പോഴും ഒരു പുകഴ്ചയും സ്വയപ്രശംസയും ഇല്ലാതെ റിമെയിൻ ഇൻ ദ സെയിം സ്പിരിച്വാലിറ്റി, അങ്ങനെ ഇരിപ്പാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകും. സ്തോത്രം. ജോലി ഉള്ളപ്പോഴും ജോലി ഇല്ലാത്തപ്പോഴും ബുദ്ധിമുട്ടുള്ളപ്പോൾ മാനസിക പ്രയാസങ്ങളും നമുക്കറിയാം, അതെല്ലാം ഇതിനകത്തുള്ളതാണ്. ജഡത്തിനതുള്ളതാണ്. ഈ മണ്ണിൽ നാം പാർക്കുന്നിടത്തോളം കാലം മണ്ണിന്റെ ഗുണവിശേഷങ്ങൾ, മണ്ണിന്റെ കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഒക്കെ നമുക്കുണ്ട്. അത് കണ്ണുനീരും പ്രയാസവും ദുഃഖവും ഒക്കെ ഈ മണ്ണിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളതിനെ അങ്ങനെ ഇല്ലെന്നൊന്നും പറഞ്ഞ് ആരും രക്ഷപ്പെടുമൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സ്ഥിരമായിരിക്കാൻ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ എന്നെ സഹായിക്കുന്നത് ഈ ആത്മനിറവിന്റെ ജീവിതമാണ്, പരിശുദ്ധാത്മാവാണ്. കാരണം ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു, ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കാരണം സാഹചര്യങ്ങളെ ഡിസേൺ ചെയ്യുവാനുള്ള കഴിവ് അവനുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിശദമായിട്ട് മനസ്സിലാകും. കൊരിന്ത്യയിലെ 1 കൊരിന്ത്യർ 12-14 വരെയുള്ള ആ അധ്യായങ്ങളിലെ 9 വരങ്ങൾ, 9 വരങ്ങൾ, 9 വിശേഷ വരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഓരോന്നും വ്യാഖ്യാനിച്ചാൽ ആത്മീകൻ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാകും. അപ്പൊ ഇവിടെ പറയുന്നത് ഓൺലി ഗോഡ് ക്യാൻ സാറ്റിസ്ഫൈ മീ, ദൈവത്തിന് മാത്രമേ എന്നെ സംതൃപ്തിയുള്ള ജീവിതം, സംതൃപ്തമില്ലാത്ത ജീവിതങ്ങളുടെ ഉടമകളായി മാറി ലോകം. കുടുംബ ജീവിതത്തിൽ സംതൃപ്തിയില്ല, കുഞ്ഞുങ്ങൾക്ക് കുടുംബത്തിൽ സംതൃപ്തിയില്ല, സഭയിൽ പോയാൽ സംതൃപ്തിയില്ല, ഒരു നല്ല ഭക്ഷണം കഴിച്ചാൽ. അതുകൊണ്ടാണല്ലോ റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം കൂടി വരുന്നത്. കാരണം പണ്ട് നമുക്ക് നാട്ടിലൊരു ചായക്കട ഉണ്ടായിരുന്നു, അതിന് കണ്ണാടിക്കൂട്ടിനകത്ത് വെച്ചിരിക്കുന്ന 4 പലഹാരം ഉണ്ടായിരുന്നു, എല്ലാവരും സംതൃപ്തരായിരുന്നു. വൈകുന്നേരം ജോലിയൊക്കെ കൃഷിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു കട്ടൻ ചായ, ഒരു ചായ, ഒരു കടി, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു കടി ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനല്ല, എന്തെല്ലാം മെനു ആണ് നമ്മുടെ മുന്നിൽ കൊണ്ട്. എല്ലാം ഒന്ന് തന്നെ സാധനമെങ്കിലും പല പേരിട്ട് വെച്ചിട്ട് നമ്മളെ ആകെ കൺഫ്യൂഷൻ ആക്കി അവസാനം കഴിച്ചു കഴിയുമ്പോൾ ഇതാണോ തിന്നതെന്ന് ഓർത്ത് ഇതൊക്കെ നമ്മൾ വിഷമിച്ചു പോകുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടം. മനുഷ്യൻ ആഹാരത്തിൽ സംതൃപ്തരല്ല. വസ്ത്രം പണ്ടാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. രാവിലെ ഓടിച്ചെല്ലുക, ഇഷ്ടമുള്ള ഒരു ഷർട്ടോ ഒരു മുണ്ടോ എടുത്ത് കൊടുക്കുക, ഇഷ്ടമുള്ള ഒരു സാരി എടുത്ത് കൊടുക്കുക, നേരെ പള്ളിയിൽ പോവുക. ഇന്ന് രാവിലെ ഏത് ഉടുക്കണം എന്ന് പറഞ്ഞ് ആകെ കൺഫ്യൂഷൻ. ഇതാണോ ഞാൻ ഒരു 6 ആഴ്ച മുമ്പ് കൊടുത്തത്? ആ കല്യാണത്തിന് പോയപ്പോ ഇതാണോ ഇട്ടത്? അല്ലെങ്കിൽ അന്ന് ഈ വസ്ത്രമാണോ ഇട്ടത്? അവരാരും കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, ഓർത്ത് വരുന്നാലും ഇവിടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. നമുക്കൊരു സംതൃപ്തിയില്ല. പ്രസംഗം ഒരാളിന് ഇപ്പൊ നമുക്ക് ഒന്ന് കേട്ട തൃപ്തിയില്ല. പണ്ട് നമുക്ക് സഭയിലെ ദൈവദാസൻ വായിക്കുന്ന ഒരു സങ്കീർത്തനവും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറയുന്ന ഒരു ദൂതും ഞായറാഴ്ച സഭയിലെ
മൂപ്പന്മാർ പറയുന്ന ഒരു പ്രബോധനവും സഭായോഗത്തിന്റെ ഒരു പ്രസംഗവും ഒക്കെ ആയിരുന്നു നമ്മുടെ ഒരാഴ്ചത്തെ ആത്മീയ ജീവിതത്തിന്റെ പുഷ്ടി എന്ന് പറയുന്നത്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രയർ ലൈനായി, സൂമായി, യൂട്യൂബായി ഒന്നു മാറി എത്ര ചാടി പോയിട്ട് ഒന്നും മൊത്തം കേൾക്കും അതുമില്ല. അവസാനം വന്നിട്ട് ആകെ കൺഫ്യൂഷനാണ്, അല്ലെ? ആകെ കൺഫ്യൂഷനാണ്. ഇപ്പൊ ഈ വലിയൊരു ഒരു വല്ലാത്തൊരു ലോകം, ആത്മീയ ലോകത്തിലും സംതൃപ്തിയില്ല, പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും മനുഷ്യന് തൃപ്തിയില്ല, ഒന്നിനും തൃപ്തിയില്ലാത്ത ലോകത്തിലാണ് ഇവിടെ നാം വായിക്കുന്നത് സംതൃപ്തമായ ഒരു ജീവിതം നമ്മെ നയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. അവിടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നു. ഐ ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. എനിക്ക് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:26 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തിരുന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്തൊക്കെയാണ്? യേശു നമുക്ക് തന്ന വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ് നമുക്ക് സംതൃപ്തി തരുന്നത്. എന്താണ് യേശു നമ്മളോട് പറഞ്ഞത്? ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഇത് വലിയൊരു മർമ്മമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 25 മുതൽ വാക്യങ്ങൾ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് നീളം കുറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളൊന്നും കൂടാൻ പോകുന്നില്ല. അല്ലല്ലേ? അത് തന്നെ. പിന്നെ അടുത്തൊരു പദം ഞാൻ അവിടുത്തെ പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ അത് ഇച്ചിരി പ്രയാസമാണ്, നിങ്ങളുടെ മുടി കറുപ്പിപ്പാനോ വെളുപ്പിപ്പാനോ കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അത് പറ്റുമല്ലോ, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. കുളിച്ചാ പോകുന്ന നിറത്തിന്റെ കാര്യമല്ല യേശു പറഞ്ഞത്, സ്ഥിരമായിട്ട് ഒരു പെർമനന്റ് മാറ്റം വരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അത് കാണാൻ വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി പറവയെ ഒന്ന് നോക്കിയാൽ മതി. ആകാശത്തോട് നോക്ക്, പറന്നു പോകുന്ന കാക്കിയോ പക്ഷികളെ നോക്കിയിട്ട് ഇന്ന് വരെ ഒരു പക്ഷിയും ഉച്ചയ്ക്ക് നെല്ല് കിട്ടിയെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തിട്ടില്ല, ട്രെയിനിന്റെ മുമ്പിൽ ചാടിയിട്ടില്ല. ഈ ഒരു പക്ഷിയും തന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഓർത്തോടെ തൂങ്ങിച്ചത്ത ചരിത്രം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പക്ഷികളെ ഒന്ന് നോക്കണം. എന്നിട്ട് അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല, പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് അവരെ പുലർത്തുന്നു. നമ്മൾ അവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വിതയ്ക്കുന്നോ കൊയ്യുന്നോ എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ, നമ്മെ ദൈവം പുലർത്തിയ വഴികളെ ഓർക്കുമ്പോൾ നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവത്തിന്റെ കരുതലാണെന്നറിയണം. ഇത്രത്തോളം നമ്മെ 3 നേരം ആഹാരം കഴിക്കുവാനുണ്ടെങ്കിൽ 8.6 ബില്യൺ ആൾക്കാർ ഇന്ന് ലോകത്തിലുണ്ട്. അതിൽ 3.5 ബില്യൺ ആൾക്കാർക്ക് 3 നേരത്തെ ആഹാരം കിട്ടുന്നില്ല. നിങ്ങൾക്ക് 3 നേരം സുഭിക്ഷമായിട്ടോ ലഘുവായിട്ടോ ഭക്ഷണം കഴിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാന് 3.5 ബില്യൺ ആൾക്കാരെക്കാൾ ധനവാനാണ്. സ്തോത്രം. 2 വസ്ത്രം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ 4 ബില്യൺ ആൾക്കാർക്ക് 1 വസ്ത്രം മാത്രമേ ഉള്ളൂ. 2 വസ്ത്രം ഉണ്ടെങ്കിൽ നാം അവരെക്കാൾ സമ്പന്നരാണ്. നിങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു കൂര സ്വന്തമായിട്ടോ വാടകയ്ക്കോ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ, ഞങ്ങളിവിടെ ഹോംലെസിന്റെ ഇടയിൽ ഞായറാഴ്ച മിനിസ്ട്രി ഉണ്ട്. അമേരിക്ക എന്ന സമ്പന്ന രാജ്യത്ത് തെരുവിൽ കിടക്കുന്ന 100 കണക്കിന് 10,000 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സിസ്റ്റങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗമായി ഞങ്ങളും ചെയ്യാറുണ്ട്, തുടർമാനമായി ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കൽ നമ്മുടെ ചർച്ചിന്റെ ബിൽഡിങ്ങിൽ കടന്നു വന്നിട്ട് നിരനിരയായി നിന്നുകൊണ്ട് 1 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഗ്രോസറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാറുണ്ട് മാസത്തിലൊരിക്കലൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നാം ധനവാനാണ്, ദൈവ കാര്യത്തിൽ നാം സമ്പന്നരായതുകൊണ്ടാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് സ്വസ്ഥമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ 7.5 ബില്യൺ ആൾക്കാർ യേശുവിനെ അറിയാതിരിക്കുമ്പോൾ നമുക്ക് യേശുവിനെ അറിയാൻ പറ്റിയെങ്കിൽ നാം ദൈവകൃപയിൽ സമ്പന്നരാണ്. അതൊന്നും ആ ഒരു ഉത്ബോധം നമുക്കുണ്ടാകണം. താഴോട്ടാ നോക്കേണ്ടത്, എപ്പോഴും മേളോട്ടല്ല നോക്കേണ്ടത്. ബിൽഗേറ്റ്സിന്റെ ഗേറ്റും എലോൺ മസ്കിന്റെ റോക്കറ്റും അല്ല നമ്മൾ നോക്കേണ്ടത്, താഴോട്ട് നോക്കണം. തെരുവിൽ കൂടെ നടന്നു പോകുന്നവൻ, പണ്ട് കഥകൾ പറയുന്ന കണക്ക് എന്റെ ഷൂ തേഞ്ഞു പോയല്ലോ എന്ന് കംപ്ലൈന്റ് പറഞ്ഞവൻ കാലില്ലാത്തവനെ കണ്ടപ്പോൾ ഷൂ ഇടാൻ ഒരു കാലെനിക്കുണ്ടല്ലോ എന്നോർത്ത് നന്ദി പറഞ്ഞതുപോലെ. മക്കളെ കുറിച്ച് പരാതി നമ്മൾ ഓർക്കണം. 12 മണിക്ക് ഇവൻ കയറി വരുന്നത്, 12 മണിക്ക് കയറി വരാൻ ഒരു മോൻ വീട്ടിലുണ്ടല്ലോ എന്നോർത്ത് സ്തോത്രം പറയണം. കലഹമില്ലാതെ വീടിനകത്ത് ഭാര്യയും ഭർത്താവും എത്രയോ കുടുംബങ്ങൾ തെറ്റിത്തിരിയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പാർക്കത്തക്കവണ്ണം ഒരു കുടുംബജീവിതം ദൈവം തന്നല്ലോ എന്നോർത്ത് സംതൃപ്തമായി ദൈവത്തെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പറവയെ നോക്ക്, വയലിലെ താമരയെ നോക്ക്, ശലോമോൻ തന്റെ സകല പ്രതാപത്തോടെ അണിഞ്ഞൊരുങ്ങി ആഭരണ വിഭൂഷിതനായ സിംഹാസനം ഇരുന്നിട്ടും ഈ താമരയുടെ അലങ്കാരത്തോടൊപ്പം വന്നിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കാഴ്ച യേശു പറയുമ്പോൾ നിങ്ങൾ ആകുലപ്പെടരുത്. സംതൃപ്തമായ ജീവിതത്തിന് ഏറ്റവും ആവശ്യം. ഇന്നലെ ഞാൻ ഓർപ്പിച്ചെങ്കിൽ ഒന്നും കൂടെ പറയുന്നത്, ഇസ്രായേൽ മക്കൾക്ക്
ദൈവം അവരോടുള്ള പരാതി അതായിരുന്നു, ഇവർ അങ്ങ് പിറുപിറുപ്പുകാരായിരുന്നു. മന്ന കിട്ടിയാൽ ഉടനെ അവർക്ക് ഇറച്ചി വേണം. നമ്മളൊക്കെയാണ് ഇറച്ചി കിട്ടിയ വായിക്കൂടെ കഴിക്കുന്നത്, ഇവർ മൂക്കിക്കൂടെ കഴിച്ചെന്ന് എഴുതിയിരിക്കുന്നത്, വായിക്കൂടെ മൂക്കിക്കൂടെ കഴിക്കും, എന്നിട്ട് ഇവർക്ക് തൃപ്തി വരുന്നില്ല. പിന്നെയും പിന്നെയും അങ്ങോട്ട് അല്ലെങ്കിൽ മിനറൽ വാട്ടർ ദൈവം കൊടുത്തു, അല്ലെങ്കിൽ തന്നെ തീക്കൽ പാറയുന്ന വെള്ളം കൊടുത്തു, തൃപ്തി വരുന്നില്ല, എന്നും കംപ്ലൈന്റ് ആണ്. അവസാനം പറഞ്ഞ് നമുക്ക് തിരിച്ച് മിസ്രൈമിൽ പോകാമെന്നാ പറയുന്നത്. അങ്ങനല്ലേ അവർ പറയുന്നത്, ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് നമുക്ക് മിസ്രൈമിലേക്ക് പോകാമെന്നാ പറയുന്നത്. നോക്കണം, സംതൃപ്തിയില്ലാത്ത ആത്മീയ ജീവിതം പാപമുള്ള ജീവിതമാണ്. ആകുല ചിന്ത പാപമാണ്. അതുകൊണ്ട് ആകുല ചിന്ത, നമ്മുടെ ഭാവിയെ ചൊല്ലിയോ ഇന്നലകളെ ഓർത്തോ ഇന്നിനെ ഓർത്തോ ദൈവമക്കൾ ആകുലപ്പെടരുത് എന്ന് തന്നെയാണ് വചനം പറയുന്നത്. കാരണം നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് നമ്മുടെ ആകുല ചിന്ത മാറിപ്പോകുന്നത്. When you are in confusion, when you are going through this type of turmoil, mentally or spiritually or physically weak, the Spirit of the Lord will remind you what Jesus has already told you or what is written in the Bible. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ആത്മനിറവിന്റെ ലക്ഷ്യം. നമ്മൾ വായിച്ചാണല്ലേ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസ സമൂഹത്തിന്റെ ഒരു ചിത്രം നമ്മൾ ഇന്നലെ രാത്രി വായിച്ചതാണ്. അവർ ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് വീട് തോറും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും എല്ലാവരുടെയും കൃപ അനുഭവിച്ചു പോകുന്നു. ഇനി നമുക്ക് സംതൃപ്തിയുള്ള ജീവിതത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം അല്ലേ? 1 തിമോഥെയോസ് തന്നെ 6-ാം വാക്യം വായിക്കാം. വാട്ട് ഈസ് എന്താണ് സംതൃപ്തമായ ജീവിതം? ആത്മനിറവിന്റെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1 തിമോഥെയോസ് 6-ാം വാക്യം, ഞാൻ എഴുതി വാക്യമല്ല, 1 തിമോഥെയോസ് 6-7 എബ്രായർ 13-5-6 വാക്യങ്ങളോട് നമ്മൾ വായിക്കും. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു താനും. നേരത്തെ പറഞ്ഞ അലംഭാവം എന്ന പദം ഇവിടെയുണ്ട്. ഇവിടെ കണ്ടന്റ്മെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമാണ്. അല്ലാതെ തല പുകഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരല്ലേ ദൈവമക്കളെ. സംതൃപ്തമായിരിക്കണം. വേദന വെച്ചു ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ ശീലാസിനെയൊക്കെ നമുക്ക് കാരാഗ്രഹത്തിൽ ചങ്ങല താളമാക്കുവാൻ തീരുമാനിക്കുമ്പോഴാ ആരാധന വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ ആമത്തിൽ കാല് കടന്നാലും പാട്ട് നിർത്തത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനം. വേണമെങ്കിൽ പരാതി പറയാം, ശീലാസിന് പറയാമായിരുന്നു, അച്ചാച്ചാന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് ഞാൻ വിചാരിച്ചു മക്കതോനിൽ ചെന്നൊരു വലിയ വെൽക്കം ആയിരിക്കും, നമ്മൾ വലിയ ദർശനത്തിന്റെ പുറത്തിൽ ഇറങ്ങി പുറപ്പെട്ടു, ഇവിടെ വരുമ്പോൾ ഈ തല്ലുകൊള്ളാനാണ് എന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമ്മളാണ് ഇപ്പൊ ഞാൻ അന്നേ പറഞ്ഞതാ ഇത് തുടങ്ങണ്ട, ഈ പരിപാടി വേണ്ട എന്ന്. പക്ഷെ അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. കെട്ടഴിഞ്ഞിട്ടല്ല പാടി തുടങ്ങിയത്, പാടി കഴിഞ്ഞ് പിന്നെ കെട്ടഴിഞ്ഞത്. ചങ്ങല താളമാക്കി, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ചങ്ങലയെ തമ്പേറാക്കാനും കൊട്ടാനും വേദനയെ നിന്ദയെ അപമാനത്തെ ആരാധനയ്ക്ക് കാരണമാക്കി മാറ്റിയവർക്ക് മാത്രമേ ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ പറ്റൂ. അന്ന് രാത്രിയിലെ ആ ആരാധനയാണ് അവരുടെ മുറിവ് വെച്ച് അവർ പാട്ടുപാടി. അവരുടെ നഗ്നമായ വസ്ത്രം, ശരീരത്തിലെ വസ്ത്രം വലിച്ചു പറിച്ച് വലിച്ചിഴച്ച് കോലുകൊണ്ട് അടിച്ചു കൊണ്ടിട്ട ആ കിടത്ത് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി നിന്നെ അനുഭവിപ്പാൻ ഭാഗ്യമുണ്ടായല്ലോ എന്ന രീതിയിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പൊ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി ആദായ സൂത്രമാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലിയ പ്രതിസന്ധികളെ നോക്കിയിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവനെ അലംഭാവത്തോടെ നിൽക്കണം, അല്ലെങ്കിൽ സംതൃപ്തമായിട്ട് ഇതെന്നെ ദൈവം അനുവദിച്ചതാ എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവേ നമ്മളെ സഹായിക്കത്തുള്ളൂ. അലംഭാവം കാരണം ഈ ലോകത്തിലോട്ട് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് ഒന്നും. അതാണ് അടുത്ത പദം പറയുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ജനിക്കുമ്പോൾ അല്ലലിയ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കൈ ചുരുട്ടി പിടിച്ചോണ്ടൊന്നും അല്ല ആരും ലോകത്തോട്ട് വന്നത്. സ്തോത്രം അല്ലലിയ. ജനിച്ചപ്പോൾ അല്ലലിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൈ പിടിച്ചോണ്ടല്ല വന്നത്. ജനിച്ചപ്പോൾ അല്ലലിയ കമ്പ്യൂട്ടറിന്റെ അല്ലലിയ അറിവും കൊണ്ടല്ലേ ലോകത്തിലേക്ക് വന്നത്. ഈ മണ്ണിൽ വെച്ച് ഇതെല്ലാം ചെയ്യാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകത്തും ഇല്ല. ആ കാര്യം കൂടെ ഓർത്ത് പോകുമ്പോഴും കൊണ്ടുപോകത്തില്ല. എന്നാൽ ഈ 50, 60, 70 ഉള്ള ഒരു കൊച്ചു വർഷത്തിനിടയ്ക്ക് ദൈവം തന്ന ഈ ജീവിതം നാം സംതൃപ്തമായി നയിക്കണം എന്നുള്ളതാണ്. എബ്രായർ 13-5 വാക്യം വായിച്ചാൽ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. തൃപ്തിപ്പെടണം അല്ലേ? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കരുത്. അടുത്ത വാക്യം പറഞ്ഞു, ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. എന്താ നമ്മുടെ കയ്യിൽ ഉള്ളത്? അത്യാർത്ഥി പാടില്ല, ആഗ്രഹം വേണം. നല്ല ജോലിക്ക് വേണ്ടി അധ്വാനിക്കണം, പഠിക്കണം. പ്രൊമോഷൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ ആ ഭാഗം പഠിച്ചെടുക്കണം. വേറൊരു അല്ലെങ്കിൽ ജോലിക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഇന്ന കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പ്രയോജനം കിട്ടുമെങ്കിൽ അത് പഠിക്കാൻ ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് ഉത്സാഹിക്കാം. പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത്യാഗ്രഹം പാടില്ല. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. കാരണം അല്ലയ മറ്റുള്ളവരുടെ അനുഗ്രഹം നോക്കിയിട്ട് മനസ്സുണ്ടാക്കരുത്.
അതൊരു വലിയൊരു തത്വം അധികം മക്കൾ. ഓരോരുത്തർക്ക് സാമ്പത്തിക വിഷയത്തിൽ ആരെയാ എന്തോ ഏൽപ്പിക്കണമെന്ന് ദൈവത്തിനറിയാം. ഇന്നലെ ഞാൻ ഓർപ്പിച്ചോന്നറിയത്തില്ല, ഇവിടെ പല മീറ്റിങ്ങുകളുള്ളതുകൊണ്ട് എവിടെ പറഞ്ഞറിയത്തില്ല. ആകാശത്തു നിന്നൊക്കെ പ്രാർത്ഥിച്ച് തീ ഇറക്കാൻ ഏലിയാവിന് വരവുണ്ട്. പ്രാർത്ഥിച്ചാൽ ആകാശം അടയ്ക്കാം, പ്രാർത്ഥിച്ചാൽ മഴ പെയ്യിക്കാം, മഴ ഇറക്കാൻ പറ്റും, മഴ നിർത്താൻ പറ്റും. കലത്തിലെ മാവ് ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ വീട്ടിൽ വർദ്ധിക്കാൻ അറിയാം, വേറൊരാളുടെ വീട്ടിലെ എണ്ണ വർദ്ധിപ്പിക്കാൻ അറിയാം, ശവശരീരത്തെ ഉയർപ്പിക്കാനുള്ള കൃപയുണ്ട്. 3 നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ കാക്ക വരാൻ നോക്കിയിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ തന്നെ വിധവയുടെ മുമ്പിൽ അഗതിയെ പോലെ കൈനീട്ടി നിൽക്കണം. ഇതാണ് പലപ്പോഴും നാം കാണുന്ന ആത്മീയ ഔന്നത്യം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. യു മേ ബി ഏബിൾ ടു ഡു അമേസിംഗ് തിങ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. കൃപ കൊണ്ട്, കൃപാവരം കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ദൈനംദിന ആവശ്യങ്ങൾ പലപ്പോഴും നിവർത്തിക്കപ്പെടുന്ന ഘട്ടം വരുമ്പോൾ കൃപയും കൃപാവരവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം നോക്കൂ. തണുത്ത തറയിൽ കിടന്നുകൊണ്ട് ഒരു പുതപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആത്മീയനല്ലേ അപ്പോസ്തലനായ പൗലോസ്. ശീതകാലത്തിന്റെ മുമ്പ് കടന്നു വന്നാട്ടെ കുഞ്ഞെ, അന്ന് എനിക്ക് ഒരു പുതപ്പൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11:13 മുതൽ 31 വരെ വായിക്കുമ്പോൾ തന്റെ ഹല്ലേലൂയ കഷ്ടതയുടെ 32 പടികൾ പറയുന്നുണ്ട്. പട്ടിണി, പൈതാഹവും, അല്ലെങ്കിൽ കപ്പലിലെ ആപത്തും, കടലിലെ ആപത്തും, കള്ള സഹോദരന്മാരുള്ള ആപത്തും ഒക്കെ, കൂട്ടു സഹോദരന്മാരുടെ ആപത്തും ഒക്കെ പറഞ്ഞിട്ട് അതിനകത്തൊക്കെ 3 നേരം ഭക്ഷണം കഴിച്ചോ എന്ന് എനിക്കറിയത്തില്ല. വിശപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ഇതൊക്കെ പറയുന്നുണ്ട്. പലവട്ടം, പല പ്രാവശ്യം പട്ടിണിയിൽ കടന്നുപോയി. പക്ഷേ പൗലോസിന്റെ അല്ലെങ്കിൽ അന്നേരവും ഉത്തരീയം വലിച്ചെറിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. അന്നേരവും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു. മരിച്ച യൂത്തിക്കോസിനെ തഴുകി എഴുന്നേൽപ്പിക്കുവാൻ കൃപയും കൃപാവരവും ഉണ്ട്. അപ്പൊ സംതൃപ്തമായ ജീവിതം ധനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ആത്മീയൻ പറയുന്ന പദം ഇതാണ്: നിന്റെ കൃപ എനിക്ക് മതി. സ്തോത്രം. ദൈവകൃപ അനുഭവിക്കുന്നത് പരിശുദ്ധ നിറവിലാണ് ആത്മകൃപ. ഇവിടെ പിന്നെ അപ്പോസ്തലൻ പറയുന്നത് ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി. ആസാഫ് എന്ന സങ്കീർത്തനക്കാരൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു പദമാണ്, ആസാഫിനുണ്ടായ ഏറ്റവും വലിയ തകർച്ച അതായിരുന്നു ആരംഭഘട്ടത്തിൽ. 73-ാം സങ്കീർത്തനത്തിന്റെ വിശദീകരണം അതാണ്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം. അടുത്ത പദം, എന്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, എന്റെ കാലടികൾ ഏറെക്കുറെ തെറ്റിപ്പോയി. എന്താ കാരണം? ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. 73-ാം സങ്കീർത്തനമാണ്, 27 വാക്യമുള്ള ആ സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ സൗഖ്യം. രാവിലെ നമ്മുടെ ഭാഷ പറയാണ്, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഞായറാഴ്ച സഭായത്തിന്, ഞായറാഴ്ച എന്ന് പറയുന്നത് ഒരു പൊതു ധാരണയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ വെള്ളിയാഴ്ച എന്നറിയാം. അങ്ങനെ ജനലിന്റെ കർട്ടൻ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അപ്പുറത്തവൻ 3-ാമത്തെ നില വെക്കും. കാരണം പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല, സ്തോത്രകാഴ്ച കിടത്തില്ല, ദൈവദാസന്മാരെ ഇതുവരെ സ്വസ്ഥമായിട്ട് ഒരു സഭയിൽ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല. ആകെ ബഹളം ഉണ്ടാക്കുന്ന ഈ മനുഷ്യൻ. പക്ഷെ ഒരു കുഴപ്പമില്ല. ഇപ്പൊ വീടിന്റെ 3-ാമത്തെ നില പണിതുകൊണ്ടിരിക്കുന്നു. മക്കളുടെ കല്യാണമൊക്കെ സമയത്ത് നടന്നു. ഷുഗറിന്റെ മെഡിസിൻ പോലും എടുക്കേണ്ട ഗതികടവന് ഇല്ല. ആകെ ഇങ്ങനെ നന്നായിരിക്കുന്നു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടപ്പോൾ എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അടുത്ത പദങ്ങളാണ് 73-ാം സംഘത്തിലാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, പുഷ്ടി കൊണ്ട് അവന്റെ കണ്ണ് ഉന്തി നിൽക്കുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അല്ലെങ്കിൽ തിന്നു കൊടുത്ത് അല്ലെങ്കിൽ ഈ ഒതളങ്ങ പോലെ കണ്ണൊക്കെ നല്ല തുടുത്തിരിക്കുകയാണ്. പിള്ളേരെ കണ്ടാൽ അല്ലെ ചോര തുടുപ്പ്, ഭാര്യയെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, എവിടെ പോയാലും പോക്കും വരവും കണ്ടാൽ ഇതാണ് അനുഗ്രഹം എന്ന് നാട്ടുകാര് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പുള്ളി തീരുമാനിച്ചു, ആസാഫ് പള്ളിയിലെ പാട്ടുകാരനാണ്, അതിൽ ദാവീദ് ആക്കി വെച്ച കൊയർ സംഘത്തിന്റെ മെയിൻ ലീഡറാണ്. പാട്ടുകാരൻ മാത്രമല്ല, കിന്നരം വായിക്കുന്നവനാണ്, പാട്ട് എഴുതുന്ന പാർട്ടിയാണ്. പുള്ളി അന്ന് ചെന്നില്ലെങ്കിൽ പാസ്റ്റർ കുടഞ്ഞു. നിങ്ങളുടെ വർഷിപ്പ് ലീഡർ രാവിലെ വിളിച്ചിട്ട് 10 മണിക്ക് സഭായം തുടങ്ങുമ്പോൾ 9:30 വിളിച്ച് പറയാണ്, പാസ്റ്റർ ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ ആകെ പിന്നെ നമ്മളെല്ലാം ഞാൻ പാട്ട് പാടിക്കൂട്ടേണ്ടി വരും. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് പള്ളിയിലോട്ട് വരുന്നില്ല. കാരണം കാര്യമൊന്നും പറഞ്ഞില്ല. ഇതാ പ്രശ്നം. ഇതാണ് എന്താണ്? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഞാനും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏറ്റു പറഞ്ഞ് അനുഭവിച്ച് പ്രാർത്ഥിച്ച് ഒറ്റ ഉപവാസ പ്രാർത്ഥന മുടങ്ങി, ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോകാതിരുന്നു. എന്നാ ഈ ജോലി കഴിഞ്ഞിട്ട് 8 മണിക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് അങ്ങോട്ട് ചെന്ന് യൂണിഫോം അങ്ങോട്ട് ഊരി ഇട്ടിട്ടാ ഹല്ലേലൂയ അടുത്ത വണ്ടിയെ കയറി പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഉറക്കം തൂങ്ങിയാണെങ്കിലും അവിടെ ചെന്നിരിക്കും, തിരിച്ചു വരും. കൊടുക്കാവുന്ന മുഴുവൻ കർത്താവിന്റെ ദാസന്മാരെ കണ്ടാൽ ഒരു കൈമടക്ക് കൊടുക്കാതെ വിട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും അടിസ്ഥാനം വിട്ടിട്ട 2-ാമത്തെ ആ കല്ല് അങ്ങോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല. സ്കൂളിലും വല്ലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ജോലി കിട്ടിയിട്ടില്ല. 10-25 വർഷമായിട്ടും ആഗ്രഹിച്ച് എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഒരു 10-10:30 ആയപ്പോൾ, ഞാൻ എന്റെ പ്രസംഗ ഭാഷയാണ് തെറ്റിദ്ധരിക്കരുത്, 10-10:30 ആയപ്പോൾ ഉള്ളിലൊരു കുത്തി. ഇങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ,
ഒടുവിൽ അവരുടെ അന്തം എന്താകുമെന്ന് അറിയേണ്ടതിന് ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് കണ്ണു അടച്ചുകൊണ്ട് അവിടെ പാട്ട് നടക്കുകയാണ്. ഞാൻ പാടേണ്ട സ്ഥാനത്ത് വേറെ ആൾ കയറി പാടുന്നത്. അങ്ങനെ പുറകെ ഇരിക്കുമ്പോഴാണ് മനസ്സിൽ കൂടെ ഒരു ചിത്രം. ഇച്ചിരി മുമ്പ് ഈ പച്ച പിടിച്ച് തഴച്ചിരിക്കുന്ന, ഞാൻ പറയുന്നത് അനുഗ്രഹം സമ്പത്ത് എന്നുള്ള തെറ്റിദ്ധരിക്കരുത്, കണ്ടതെല്ലാം വഴുവഴുപ്പി നിൽക്കുകയാണ്. എന്താണ് ഈ വഴുവഴുപ്പ്? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. നിങ്ങളുടെ വീട്ടിൽ ഈ ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ അതേ കുറച്ച് ഗ്രീസ് തേച്ചിട്ട് അതേ കയറി നടന്നു നോക്കണം. അപ്പൊ അറിയാം അതിന്റെ സുഖം, അല്ലല്ലേ? നടക്കുന്ന ഇതിലൊക്കെ അല്ലെ? അതുപോലെ നിൽക്കുക. ഈ ദൈവകൃപയില്ലാതെ താൽക്കാലികമായി കെട്ടിപ്പൊക്കുന്നതെല്ലാം തെന്നി മാറിപ്പോകുന്നതാണ്. അല്ലെങ്കിൽ മണൽമേൽ പണിത വീടെന്ന യേശുവിന്റെ വചനം ഓർത്താൽ മാത്രം മതി. അതാണ്. ഈ മണ്ണിലെ ഭൗതികത തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. ദൈവം ആവോളം തന്ന നന്മ അനുഭവിച്ചോ. പക്ഷേ അതിലാണ് ശ്രദ്ധയെങ്കിൽ അത് തെന്നിപ്പോകുന്ന, വഴുതിപ്പോകുന്ന, അല്ലെങ്കിൽ തിത്തിരിപ്പക്ഷി മുട്ടയിട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളത് കൊത്തിക്കൊണ്ടു പോകുന്നത് കാറ്റിനാൽ പറന്നു പോകുന്ന ആവി പോലെയാണെന്ന് തിരിച്ചറിയണം. ഈ ബോധ്യമുണ്ടായി കണ്ണടച്ച് നിൽക്കുമ്പോഴാ താൻ പറഞ്ഞു, അയ്യോ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ എന്റെ തലമുറയോട് ദോഷം ചെയ്യുമായിരുന്നു. ക്രൈസ്തവരല്ലേ, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആരോ തന്റെ തോളിൽ, 24-ാം വാക്യം തൊട്ട്, ആരോ എന്റെ തോളിൽ കൈവെക്കുന്നത്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. മുറിഞ്ഞ മനസ്സുമായി, ജീവിതത്തിലെ നടക്കാത്ത വിഷയങ്ങളുടെ ഭാരവുമായി, വേദനയുടെ അങ്ങേയറ്റം നിന്നുകൊണ്ട് ആലയത്തിൽ ചെന്നിട്ട് ഒരു മൂളിപ്പാട്ട് പോലും പാടുവാൻ കഴിയാതെ ഹൃദയം തകർന്ന ഭക്തന്റെ തോളിലേക്ക് കൈവച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് താൻ പറയുന്നത്, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്ത് കൊള്ളും. അതിന് 25-ാം വാക്യമാണ് വേദപുസ്തകം കണ്ട ഏറ്റവും വലിയ ആരാധനാ ഗീതം. അതിൽ 1645 പാട്ടുള്ള സിയോൻ ഗീതാവലി കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഭക്തന്മാർ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ആരാധനയുടെ ഗീതം അന്ന് പകൽക്കാലം ആസാഫ് എഴുതി. ആ വാക്യം ഇതാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. അതിന്റെ 1-ാം ഭാഗം വളരെ ക്ലിയർ ആണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. അതിന്റെ 2-ാം പദമാണ് പിന്നെ ജീവിതത്തിലെ പാട്ടായി മാറിയത്, ഭൂമിയിലും ഇന്ന് തൊട്ട് നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, അതാണ് സംതൃപ്തമായ ജീവിതം. ആത്മനിറവിലുള്ളവർക്കേ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തെല്ലാം വന്നാലും ഞങ്ങൾ സന്തോഷമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. മിസ്രയീം വിട്ടതിൽ ഞങ്ങൾക്ക് ഖേദിപ്പാൻ ഒന്നുമില്ല, ആശ്വാസദേശം തൊട്ടു മുമ്പിലുണ്ട്. ആത്മനിറവിന്റെ ജീവിതം സംതൃപ്ത ജീവിതമായി മാറുന്നത് ഒരു വസ്തുക്കളിലോ അല്ലല്ലോ ഒരു വസ്തുതയിലോ ആശ്രയിച്ചല്ല നമ്മുടെ ആത്മനിറവിന്റെ ജീവിതം. ഇറ്റ്സ് ടോട്ടലി അബ്സല്യൂട്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ജീസസ്. കർത്താവിൽ ഊന്നിയ ജീവിതമാണ്. അതുകൊണ്ടാണ് ഇത് സംതൃപ്ത ജീവിതമായി മാറുന്നത്. നമുക്ക് എന്തെല്ലാം സംതൃപ്തിയാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഈ ഭാഗം മുന്നോട്ട് വേഗം കൊണ്ടുപോകണമല്ലോ. ഒന്ന് 90-ാം സങ്കീർത്തനം 14-ാം വാക്യം. 90-ാം സങ്കീർത്തനം 14-ാം വാക്യം. പേടിക്കണ്ട, നമ്മൾ സാധാരണ ശവസംസ്കാരത്തിന് ഇത് വായിക്കുന്നത്, പക്ഷേ എപ്പോഴും വായിച്ച് ആശ്വസിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. വായിച്ചു. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. തൃപ്തി വരുത്തുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വൺസ് യു ആർ ഇൻ സ്പിരിറ്റ് കൺട്രോൾ ലൈഫ്, ആത്മനിറവിലാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ തൊട്ടാലും അല്ലെങ്കിൽ പോയാലും വന്നാലും ഒക്കെ ഒരു തൃപ്തിയായിരിക്കും. ഇവിടെ 90-ാം സങ്കീർത്തനം എനിക്ക് തോന്നുന്നു മോശയുടെ സങ്കീർത്തനം എന്ന് തലക്കെട്ടുള്ളത് കൊണ്ടും മോശയുടെ സഹോദരനായ അഹരോന്റെ ശവസംസ്കാര സമയത്ത് ഹോർ പർവ്വതത്തിൽ വെച്ച് പാടിയതാണെന്നും പഠിപ്പിക്കുന്നു. തെറ്റിദ്ധരിക്കപ്പെടേണ്ട കാര്യമില്ല. 100% അംഗീകരിക്കണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഏകദേശം അതിന്റെ ഘടന, അതിന്റെ പ്രയോഗങ്ങളൊക്കെ അതിനോട് അല്ലെങ്കിൽ നീതി പുലർത്തുന്നതാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ ആ വിഷയത്തെയാണ്. 123 വയസ്സുള്ള അഹരോൻ മണ്ണ് വിട്ടു പോവുകയാണ്. അതൊക്കെ വളരെ രസകരമാണ്. രാവിലെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്ന് ചാകാൻ പോവുകയെന്ന് പറഞ്ഞു. എന്നാലും ചോദിക്കേ, ഈ പച്ച ജീവനോട് ഇരിക്കുന്ന അഹരോനോട് എന്ന് മോശം എന്ന് പറഞ്ഞു, അച്ഛൻ ഇന്ന് ചാകാൻ പോയി, നമുക്ക് അതുകൊണ്ട് ശവടക്കിന് പോകാമെന്ന്. സഭക്കാരെ വിളിച്ചോണ്ടല്ല, അച്ഛനെ വിളിച്ചോണ്ട് നേരെ ഹോർ പർവ്വതത്തിലേക്ക്. അവിടെ വെച്ച് അവൻ മരിക്കുമെന്നൊക്കെ ദൈവാലോചന കേട്ടിട്ട് അഹരോന്റെ കൈയും പിടിച്ചുകൊണ്ട് പുരോഹിതനായ അഹരോൻ ആഡംബര വസ്ത്രം, ഉടയാട വസ്ത്രം ഒക്കെ ധരിച്ചുകൊണ്ട് ഈ നോക്കിയേ ചാവാൻ പോകുന്ന ആ പോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ജീവിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കുന്നില്ല, പിന്നല്ലേ മരിക്കാന്ന് പറഞ്ഞാൽ. അങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. എലയാസർ, പുള്ളിയുടെ മൂത്ത മോൻ എലയാസറേയും കൈ പിടിച്ചിട്ടുണ്ട്. മോശയും കൊണ്ട് 3 പേരാണ് ശവസംസ്കാരത്തിന് പോകുന്നത്. ചത്താളല്ല, ചാവാൻ പോകുന്ന ആളും അടക്കുന്ന പാസ്റ്ററും സാക്ഷിയായിട്ട് വീട്ടിലെ ഒരു മോനും, അങ്ങനെ 3 പേരുടെ ഫ്യൂണറൽ സർവീസിന് വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടെ വെച്ച് അഹരോൻ മരിച്ചു. അവിടെ വായിക്കുന്നതല്ലേ, അഹരോന്റെ വസ്ത്രം ഊരി എലയാസറിനെ ധരിപ്പിച്ചു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സുവിശേഷ പ്രഭാഷകനായതുകൊണ്ട് ഞാനൊരു വിഷയത്തിൽ അങ്ങ് ഫോക്കസ് ചെയ്യുകയല്ല. ഒരാൾ മരിച്ചെന്ന് ഓർത്തുകൊണ്ട് അത് ശുശ്രൂഷ തീരുന്നില്ല, അയാളുടെ അല്ല. നമ്മൾ സാധാരണ ശവസംസ്കാരത്തിൽ പറയുന്നത് ഈ വിടവ് ആര് നികത്തും? ഒരു വിടവും ഇല്ല ദൈവമക്കളെ. അത് സത്യമായിട്ട് നിങ്ങൾ അറിയണം. നമ്മൾ ഈ മരണ സമയത്ത്
വെറുതെ പറയുന്നതാണ്. ഈ അച്ചായം മരിച്ച ഈ സഭയിൽ ഇന്ന ആൾക്ക് സംഭവിച്ച വിടവ് ഇനി ആരും നികത്തും. ആ ആള് മരിച്ചതോടുകൂടി വിടവല്ല, അടവാണ്, അവിടെ തീർന്നു എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ആ പുള്ളി ഒരു കാലഘട്ടത്തിൽ വെക്കുകയാണ്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു എന്ന് ഓർത്തുകൊണ്ട് ദൈവസഭയ്ക്കൊന്നും സംഭവിച്ചില്ല. യാക്കോവിന് ദൈവം കൊടുത്ത ആയുസ്, അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് 100-ാം സംഖ്യത്തിന് വായിച്ചു പഠിച്ചാൽ അറിയാം. നിങ്ങൾക്ക് മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷ തന്ന ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അത് നിങ്ങളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. നോ വൺ ക്യാൻ റീപ്ലേസ് ദാറ്റ്. അത് ആരെ കൊണ്ടും ഹല്ലേലൂയ അതിന് പകരം ഒരാളെ ആക്കാൻ പറ്റത്തില്ല. അത് രാജ്യത്തിന്റെ ഭരണത്തിന് ഒരാളെ ആക്കുന്നത്. ദൈവസഭയുടെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിയോഗം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കാലഘട്ടം കൊണ്ട് അത് പേജ് കഴിഞ്ഞു. അടുത്തൊരാൾക്ക് വേറൊരു ശുശ്രൂഷ കൊടുക്കുന്നത്. പത്രോസിനെ വാളുകൊണ്ട് കൊന്നെന്നോർത്തുകൊണ്ട് യാക്കോബിനെ വാളുകൊണ്ടെന്ന് ഓർക്കുമ്പോൾ അവിടെ വിടവുണ്ടാകുന്നില്ല. അടുത്തത് വേറൊരു ചാപ്റ്റർ ദൈവം ആരംഭിക്കുകയാണ്. അത് നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. അങ്ങനെ ആ അഹരോന്റെ വസ്ത്രം, ശുശ്രൂഷ വസ്ത്രം എടുത്തിട്ട് അഹരോൻ തീർന്നെന്ന് ഓർത്തുകൊണ്ട് സഭ നിന്നു പോകുന്നില്ല. ഒരാൾ മരിച്ചാൽ മരിച്ചു. എലയാസറിനെ ശുശ്രൂഷയുടെ വസ്ത്രം ധരിപ്പിച്ചു. മരണം ഹല്ലേലൂയ ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുവാൻ. എന്നിട്ടാണ് അവിടെ നിന്നുകൊണ്ട് പാടിയ പാട്ടാണ്, ദൈവമേ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാക്കിയതിന് ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. മരണം എന്താണെന്ന് അതിന്റെ നിർവചനമാണ്. മരണത്തെക്കുറിച്ചുള്ള ക്ലാസ് അല്ലല്ലോ. നീ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവരെന്ന് പറയുന്നു. ദിസ് ഈസ് ദ സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് ഡെത്ത്. എന്താ മരണം എന്നുള്ളതിന്റെ ഒറ്റ വാക്കിലുള്ള നിർവചനമാണ്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് മരണം, ഈ ഒറ്റ വാക്കിലാണ് നിർവചനം. മർത്യൻ എന്ന് പറയുന്ന പുറമേയുള്ള മർത്യമായ ഇത് മണ്ണിലേക്കും ഹല്ലേലൂയ ജീവനുള്ള മനുഷ്യപുത്രൻ, അകമയുള്ള മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ പേരാ മരണം. അല്ലെ ശരീരം മണ്ണിലേക്കും, സഭാപ്രസംഗയുടെ ഭാഷയെ പറഞ്ഞാൽ ശരീരം മണ്ണിലേക്കും അല്ലെ ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്തുള്ള ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്ന അതിന്റെ പേരാ മരണം. ഇല്ലാതെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്നായിരുന്നു. അതെ, പെട്ടെന്ന് ദൈവം പറഞ്ഞു മനുഷ്യപുത്ര മടങ്ങി വാ എന്ന് പറയുമ്പോൾ അത് മടങ്ങിപ്പോവുകയും മർത്യനായവൻ ഈ ശരീരം മണ്ണിലേക്ക് പോകുന്നതാണ്. അങ്ങനെ മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം ഒക്കെ പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇത് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നനഞ്ഞ മൺകൂമ്പാരത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് മോശ പറയുകയാണ്, ഞങ്ങളെ കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണം, എന്നാൽ ഞങ്ങളുടെ ജീവകാലം മുഴുവൻ ഞങ്ങൾ നിന്നിൽ ഘോഷിച്ചാനന്ദിക്കും. ദൈവം നമുക്ക് തന്റെ കരുണയാൽ തൃപ്തി വരാത്തിടത്തോളം കാലം ആയുസ് മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. സംതൃപ്തമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവ ദയയിൽ കൃപയിൽ ജീവിക്കുന്ന ജീവിതമാണ്. സാറ്റിസ്ഫൈ us with your mercy. അത് എങ്ങനാ? ഏർലി ഇൻ ദ മോർണിംഗ് ബിഫോർ ദ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് കാലത്ത് തന്നെ. അതാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ന്റെ സുപരിചിതമായ 22-23 വാക്യം. ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നത് രാവിലെ തോറും പുതിയതാകുന്നു. സ്തോത്രം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ കൃപ ദയക്കകത്ത് കവർ ചെയ്തൊരു ജീവിതമാണെങ്കിൽ വി ക്യാൻ ലീഡ് എ സാറ്റിസ്ഫൈഡ് ലൈഫ്. സംതൃപ്ത ജീവിതം വേണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ ദയക്കകത്ത് ഹല്ലേലൂയ മുഴുകപ്പെട്ട ജീവിതമായിരിക്കണം. ദൈവത്തിന്റെ കരുണയിൽ ഉറച്ചതായിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിലേ കാലത്ത് തന്നെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പരാതി കൊണ്ട്, പരിഭവം കൊണ്ട് വൈകുന്നേരം കിടക്കാൻ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ ദൈവത്തിന്റെ ദയ കഴിഞ്ഞ പകൽക്കാലം എന്നെ നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ സുഖമായി ഉറങ്ങിയതിന്റെ കാരണം ദൈവം കൃപയിൽ സൂക്ഷിച്ചു. 2 വാക്കുകൾ എല്ലാ ദൈവമക്കളും മറന്നു പോകരുത്. കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. 3-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം രാവിലെ എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. 3-ന്റെ 5. യഹോവേ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയിരിക്കുക. ദൈവമക്കളെ ശവശരീരം പോലെ നിങ്ങൾ കിടന്നുറങ്ങിയത്. ചുമ്മാ ശ്വാസം വലിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഉറക്കത്തിൽ ഒന്നും പിന്നെ സ്വപ്നമൊക്കെ കാണുന്നൊക്കെ പറയുന്നേ ഉള്ളു. അല്ലാതെ നിങ്ങൾക്ക് ജീവശവമായിരുന്നു. നമ്മൾ ജീവശവം എന്റെ അർത്ഥം. നമ്മൾ ഉറക്കത്തിൽ അത് നിത്യ ഉറക്കമായി മാറാതെ ദൈവം എഴുന്നേൽപ്പിച്ചതാണ്. അവിടെ പറയുന്നത് യഹോവ എന്നെ താങ്ങിയിരിക്കാൻ ഞാൻ ഉണർന്ന്. അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ദൈവം താങ്ങി എഴുന്നേൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങിയത് ദൈവത്തിന്റെ കയ്യിലാണ്. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ കൈകളിലുറങ്ങുന്ന. അപ്പൊ ആ പാട്ടിന്റെ അർത്ഥം നിങ്ങൾ കിടന്നുറങ്ങിയത് ദൈവത്തിന്റെ കയ്യിലാ. 6 മണിക്കോ 5 മണിക്കോ ഒക്കെ സമയമാകുമ്പോൾ ദൈവം അങ്ങ് താങ്ങി എഴുന്നേൽപ്പിക്കും.
അവൻ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ഉണർന്നിരിക്കുന്നു. സോ രാവിലെ എഴുന്നേറ്റാൽ പറയാൻ പറ്റിയതാണ്, കർത്താവ് എന്നെ താങ്ങിയത് കൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റി. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി എബിലിറ്റി, എനി ഇന്റലക്ച്വൽ എബിലിറ്റി ഒന്നും അല്ല. കർത്താവ് ദൈവം കഴിഞ്ഞ 50 വർഷം 60 വർഷം 70 വർഷം 80 വർഷം അതാത് സുപ്രഭാതത്തിൽ രോഗമുള്ള ശരീരമാണെങ്കിലും വേദനയാണെങ്കിലും നിന്നയാണെങ്കിലും അങ്ങനെ താങ്ങി എഴുന്നേറ്റ് ഇന്ന് വരെ കാണാത്തൊരു പുത്തൻ പ്രഭാതം എന്റെ കണ്ണിന് മുമ്പിൽ വെളിവാക്കി തന്നതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം. അല്ല, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കാണാനുള്ളതെല്ലാം കണ്ടിട്ട് പറയാനെല്ലാം പറഞ്ഞിട്ട് മാത്രം ഇതാ മലക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പോയി കിടന്നുറങ്ങരുത്. ഹല്ലേലൂയ. അതിന്റെ 4-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. സ്തോത്രം. സമാധാനവും സ്വസ്ഥമായിട്ട് ഒരു പെന്തിക്കോസുകാരൻ അസ്വസ്ഥമായി കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് ഉരുളേണ്ട ഒരു കാര്യവുമില്ല. കാരണം ദൈവത്തിന്റെ കയ്യിലോട്ടാ കിടക്കാൻ പോകുന്നത്. സകലത്തെ നിർമ്മിച്ച ആ കൈയാണ് നിങ്ങൾക്ക് താങ്ങായിരിക്കുന്നത്. ഹല്ലേലൂയ. ആകാശത്തിന്റെ പരിമാണം എടുക്കുന്ന വിരലുകളുള്ള കൈയാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്. സമുദ്രത്തിന് മണൽ കൊണ്ട് അതിര് വെക്കുന്ന കൈയാണ്. നിലത്തെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്ന അതേ കരത്തിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരമഹിമയുടെ വലിപ്പവും അതിന്റെ ശക്തിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാം അലറിക്കരയുന്ന ഒരു ആത്മീയമല്ല, നമ്മുടെ ജീവിതം സംതൃപ്തമായ ആത്മീയമായിരിക്കും. കാലത്ത് തന്നെ നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണം. 103-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഹല്ലേലൂയ. എന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരേണ്ടതിന് എന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അതൊന്ന് വ്യാഖ്യാനിക്കണം. ആത്മനിറവിന്റെ ജീവിതമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ അതര ശുദ്ധീകരണത്തിൽ കൂടെ നമ്മുടെ വായിക്കകത്ത് ദൈവം നന്മ നിറയ്ക്കും. അപ്പോഴാ ഹല്ലേലൂയ 85 വയസ്സുള്ള ആളിനെ കണ്ടാലും 15 വയസ്സ് പോലെ തോന്നിക്കുന്നു. അല്ലാതെ നമ്മുടെ രൂപവും ഭാവവും ഒന്നും അല്ല. മുഖത്ത് ചുക്കിച്ചുളും ഒക്കെ കണ്ടേക്കാം, അല്ലേ? തലയൊക്കെ ഹല്ലേലൂയ നരച്ച് അയക്കാം, വടികുത്തിയായിരിക്കും നടക്കുന്നത്. പക്ഷെ നാക്ക് തുറന്നാൽ അറിയാൻ പറ്റും ഇത് ചെറുപ്പമാണല്ലോ. സ്തോത്രം. അതെങ്ങനെയാ സംഭവിക്കുന്നത്? കാലേബിനെ നോക്കട്ടെ. 85-ാമത്തെ വയസ്സിൽ എന്താ പറയുന്നത്? മോനെ എവിടാ കുഴമ്പെന്നല്ല ചോദിച്ചത്. കാരണം കുഴമ്പുള്ള വേദനയുണ്ട് പുള്ളിക്ക്. അയ്യോ യോശുവായെ എവിടാ മോനെ ഹല്ലേലൂയ കോടാലിത്തൈലം അവിടെ ഇരിക്കുന്നതെന്നല്ല ചോദിച്ചത്. പറഞ്ഞത് ആ മല എനിക്ക് താ. സ്തോത്രം. 40 വർഷം മുമ്പ് ഞാനും നീയും കൂടെ നിൽക്കുമ്പോൾ അന്ന് എന്നോട് മോശ പറഞ്ഞ പ്രവചന ദൂത് നിവൃത്തിയാകാനുണ്ട്. അത് കാണാൻ വേണ്ടിയാ എന്നെ ആയുസോടെ വെച്ചിരിക്കുന്നത്. അല്ലാതെ ഹല്ലേലൂയ നാട്ടിൽ ചെന്നിട്ട് 5 ഏക്കർ റബ്ബർ തോട്ടം കൂടെ വാങ്ങാനല്ല. അത് ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നതാ. എന്നെ ആയുസോടെ വെച്ചിരിക്കുന്നത് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടിയാണ്. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണാടി നോക്കിയിട്ട് ധൈര്യത്തോടെ പറയണം, God made me to add one more life in my life to see the promise of the Lord to be accomplished in my life. ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയാണ് ഈ 2025 ഹല്ലേലൂയ ഈ മാർച്ച് മാസം 14-ാം തീയതി രാത്രി വരെ ദൈവം എന്നെ ആയുസോടെ വെച്ചത്. എന്തോ ഇനിയും കാണാനുണ്ട്. ദൈവം പറഞ്ഞ ദൂത് നിവൃത്തിയാകാനുണ്ട്. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാനുണ്ട്. അതിനുവേണ്ടി ആയുസ് നീട്ടിത്തന്നത്. പ്രൈസ് ദി ലോർഡ്. ആ എബ്രോൻ എനിക്ക് താ. അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ കനാന്റെ പുത്രന്മാരല്ലേ, തൽമായും ഒക്കെയല്ലേ അവിടെ നിൽക്കുന്നത്. അതെനിക്ക് വിഷയമല്ല. ആര് ചവിട്ടിയാലും എനിക്ക് വിഷയമല്ല. ആധാരം എന്റെ കയ്യിൽ 45 വർഷം മുമ്പ് തന്നിട്ടുണ്ട്. അവകാശത്തിന്റെ മുദ്രപത്രം ആത്മാവിൽ കയ്യേറ്റു വാങ്ങിയവനെ, ഇന്ന് അവിടെ വേലി കെട്ടിയിരിക്കുന്നവനെയോ കാലുകുത്തി നിൽക്കുന്നവനെ കണ്ടാൽ ഭയപ്പെടത്തില്ല. ഹെബ്രോൻ എനിക്ക് താ. ഇന്നും എനിക്ക് യുദ്ധം ചെയ്യുവാൻ അന്നത്തെ പോലെ ശക്തിയുണ്ട്. അർത്ഥം എന്താ മക്കളെ? ഹി വാസ് എ മാൻ വിത്ത് എ ഡിഫറെന്റ് സ്പിരിറ്റ്. അവൻ വേറൊരു ആത്മാവുള്ള മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഉള്ളതല്ല. ഒരു വ്യത്യസ്തമായ അഭിഷേകം, വ്യത്യസ്തമായ സ്വഭാവത്തിന്, ആത്മനിറവിന്, ആത്മനിയന്ത്രണത്തിന് നിങ്ങളെ ഉടമസ്ഥരാക്കിയാൽ നിങ്ങൾ വിളിച്ചു പറയും, എന്റെ അധരം കൊണ്ട് അവകാശങ്ങൾ ഞാൻ പറയും. വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരണം. ഇതാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് നിരാശയുടെ വാക്ക് പറയാതെ എഴുന്നേറ്റിട്ട് ഡിക്ലെയർ, മേക്ക് സം ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ്. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു 5-6 വേഗം പറഞ്ഞു പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഉറപ്പിക്കുവാൻ. ആത്മനിറവുള്ളവൻ അധരം തുറന്നാൽ വിശ്വാസമേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:13 വാക്യങ്ങൾ ഞാൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് കുറിച്ച് വെച്ച് പിന്നെ വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ 4:13 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വാട്ട് വി ബിലീവ്ഡ് വി സ്പോക്ക് ഔട്ട്. ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വിളിച്ചു പറയണം, അധരം തുറന്നു പറയണം. 2 കൊരിന്ത്യർ 5:7 ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. വിളിച്ചു പറയണം. നോക്കിയാട്ടല്ലിയ. മകനുമായി യാഗം കഴിക്കാൻ വേണ്ടി പോകുന്ന അബ്രഹാം, ഏകദേശം 100 വയസ്സ് പ്രായം, അല്ലെങ്കിൽ 125 വയസ്സ് പ്രായം, 100-ാമത്തെ വയസ്സ് ജനിച്ച മകനാ. ഏകദേശം ഇസ്ഹാക്കിന് ഒരു 20 വയസ്സെങ്കിലും പ്രായം കാണണം. അടുത്ത 25-ാം അധ്യായം, അടുത്ത അധ്യായത്തില് സാറ മരിക്കുന്ന ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഏകദേശം
20-22 വയസ്സെങ്കിലും കാണണം, മിനിമം കുറഞ്ഞത് 20 കാണും. മാത്രമല്ല ഒരു നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ മനുഷ്യന് ദഹിക്കാൻ ആവശ്യമായ വിറക് ചുമക്കത്തക്കവണ്ണം ആരോഗ്യമുണ്ട്. 10 വയസ്സുള്ള കൊച്ചിനെ തോളെ വെച്ചുകൊണ്ട് എടുക്കത്തുമില്ല. അപ്പം വിറക് ചുമന്നുകൊണ്ട് ഇസഹാക്ക് നടക്കുന്നു, തൊട്ടപ്പുറത്ത് അബ്രഹാമും നടക്കുന്നു. പോകുന്ന പോക്കിൽ ഒരു ചോദ്യമാണ്, അപ്പച്ച നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്, വിശ്വാസ പ്രഖ്യാപന. മോറിയാമലയുടെ താഴ്വരയിൽ മുഴുകിക്കെട്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇന്നത്തെയും അന്നത്തെയും കാലത്തെയും തലമുറയുടെ ചോദ്യമാണ്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? കാരണം നമ്മുടെ തൊഴുത്തിൽ 10,000-കണക്കിന് ആട്ടിൻകുട്ടികളും 1000-കണക്കിന് കാളകളും ഒട്ടകങ്ങളും ഒക്കെ ഉണ്ട്. അതിനെ നോക്കുന്ന ദാസന്മാരുടെ വലിയ നീണ്ട നിരയുണ്ട്. അഭ്യാസികൾ പലതും നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു ആരാധനയ്ക്ക് പുറപ്പെടുവാൻ എന്ത് ധൈര്യം അപ്പച്ചനുള്ളത്? സ്തോത്രം. ആ ഒരു ധൈര്യം നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ നിങ്ങൾ കാറിലോട്ട് കയറുമ്പോഴാണ് ലൈസൻസ് എടുത്തില്ലെന്ന് അറിഞ്ഞോ അന്നേരം ഓടി വീട്ടിൽ കയറും. കയ്യിലെ ക്രെഡിറ്റ് കാർഡോ ക്യാഷോ ഇല്ലെങ്കിൽ പോകാൻ പറ്റുമോ? പണ്ട് എന്നെ ചെങ്ങന്നൂരിൽ നിന്ന് വണ്ടി കയറി ഉദയപൂരിലേക്ക് തോമസ് മാത്യു പോയത് കയ്യിലൊന്നുമില്ലാതിരുന്നു. പക്ഷെ വിശ്വാസയാത്രയായിരുന്നു. നമ്മൾ എല്ലാ പണവും തിട്ടപ്പെടുത്തിയിട്ട് നാട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചേക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് പോകാൻ, ബന്ധുവെല്ലാം നടന്നാൽ എന്തോ ചെയ്യും എന്നൊക്കെയുള്ള വലിയ ആശങ്കകളാണ്. പക്ഷേ വിശ്വാസയാത്ര അങ്ങനല്ല, ഒരു ആശങ്കയില്ല. മുന്നോട്ട് വെച്ച കാല് പോവുകയാണ്. എനിക്ക് അബ്രഹാമിന്റെ ചരിത്രം പറഞ്ഞ് നിങ്ങളെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ഒത്തിരി തെറ്റിദ്ധാരണകൾ തിരുത്താനുണ്ടെങ്കിൽ ഞാൻ അഭാഗത്തോട് പോകുന്നില്ല. പക്ഷെ മകൻ ചോദിച്ച ചോദ്യത്തിന് അപ്പന് പറയാനുള്ള ഏക ഉത്തരം യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളു. സംതൃപ്തമായ ജീവിതത്തിൽ അല്ല മോനെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഞാനും ഓർത്തു എങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞല്ലേ, അങ്ങനെ വലിയൊരു പ്രസംഗശാസ്ത്രം പറഞ്ഞിട്ട് അവിടെ ബൈബിൾ ക്ലാസ് നടത്തിയില്ല. ഒറ്റ വാക്കിൽ തലമുറയ്ക്കപ്പുറത്തേക്ക് നീളുന്ന വാക്തത്വങ്ങളെ ആദരം കൊണ്ട് വിളിച്ചു പറയുവാൻ ഭക്തന്മാർ തയ്യാറാണ്. യഹോവ ഇരേ, ഹല്ലേലൂയ. കുഞ്ഞെ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിനും ഒരു 10 വർഷം കഴിഞ്ഞ് നീ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനും നിന്റെ മകനും മകളും കൊച്ചുമക്കളും ചോദിക്കാൻ ചോദ്യത്തിനും ഏക ഉത്തരം ഇതാണ്, ദൈവം കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ മാറുന്ന എങ്ങനെ? The same God sustain you in your lifetime is absolutely able to sustain them in their lifetime. നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളെ നടത്തിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ അവരുടെ ജീവിതകാലത്ത് അവരെ ആ ദൈവം നടത്തിക്കൊള്ളുമെന്ന വിശ്വാസം നിങ്ങളുടെ അകത്ത് അംഗീകരിക്കണം. അല്ലാതെ അതിനു വേണ്ടി കിടന്നുകൊണ്ട് ഹല്ലേലൂയ തല തല്ലിക്കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിശ്വാസ പ്രഖ്യാപനം അതരം കൊണ്ട് നടത്തണം. യഹോവ കരുതിക്കൊള്ളും. അതിന്റെ ഹല്ലേലൂയ ആത്മസന്തോഷം കൊണ്ട് പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിനു വേണ്ടി വിറക് കീറിയവന്റെ തലമുറയെ വെട്ടിക്കീറുവാൻ ദൈവം സമ്മതിക്കത്തുള്ളെന്ന് അതൊരു സത്യമാണ്. അല്ലെ, എന്ത് വെട്ടും എന്ത് കീറും എന്തിനെ ചാരമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നീ മുകളിലേക്ക് നടന്നോ, അതിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു പുത്തൻ വാക്തത്വമായി തിരിച്ചിറങ്ങത്തക്കവണ്ണം എന്റെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വാസമുള്ള എത്ര പേർ ഇന്ന് രാത്രി വചനം കേൾക്കുന്നുണ്ട്? ആത്മനിറവുള്ളവർക്ക് മാത്രമേ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ കഴിയത്തുള്ളൂ. ഒരുപിടി ചാരമായിരിക്കാം ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ കുടുംബത്തിൽ വെക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സ് ചഞ്ചലിച്ചവന് വേണ്ടി ഹല്ലേലൂയ എരിയുമെന്ന് പറഞ്ഞതിന്റെ കൈ പിടിച്ചുകൊണ്ട് തലമുറയ്ക്കപ്പുറത്തേക്ക് നീളുന്ന വാഗ്ദാത്വം പ്രാപിച്ചുകൊണ്ട് മടങ്ങി വരത്തക്കവണ്ണം ദൈവം കൃപ ചെയ്തല്ലോ. വിശ്വാസ പ്രഖ്യാപനം ആത്മനിറവുള്ളവന്റെ ഹല്ലേലൂയ ജീവിത ശൈലിയാണ്. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ശാപത്തിന്റെ വാക്കുകളും ശകാരത്തിന്റെ വാക്കുകളും മനസ്സ് മടുപ്പിക്കുന്ന വാക്കുകളും വന്ന് പറഞ്ഞ് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കരുത്. എന്തോ ഇനി ഇങ്ങനെ ആയിപ്പോയ എന്തായിത്തീരും? നാളെ അത് സമയമുണ്ടല്ലോ, അതിന് അല്പം കൂടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തു നിന്ന് ധ്യാനിക്കണം. മോശമേലിയ ചെങ്കടല തീരത്ത് നിൽക്കുക. ഇനി അറിയുന്ന പദങ്ങളായതുകൊണ്ട് വാക്യങ്ങൾ വായിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാം. ചെങ്കടല തീരത്ത് നിൽക്കുകയാണ്. 6 ലക്ഷം കുടുംബങ്ങളെ പോലെ സമദുഃഖിതരാണ് മോശെ. അതുകൊണ്ട് ഒരു പാസ്റ്റർ ആയതുകൊണ്ടോ ഉപദേശി ആയതുകൊണ്ടോ ദൈവദാസനായതുകൊണ്ടോ ഒന്നും ഇൻസുലേറ്റഡ് ലൈഫ് ഒന്നുമല്ല. എല്ലാവർക്കും ഹല്ലേലൂയ ഐസൊലേറ്റഡ് ലൈഫും അല്ല. എല്ലാവരും ഇതിന്റെ ഭാഗങ്ങളാണ്. അവർക്കുള്ള പോലെ വിശപ്പ് മോശയ്ക്കുമുണ്ട്, അവർക്കുള്ളതുപോലെ ദാഹം മോശയ്ക്കുമുണ്ട്. ആകെ ഒരു വ്യത്യാസം, മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടു, അത്രയോ. മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, ആദർശനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്നു. രണ്ടുപേരും, ഒരു ആത്മീയനും അനാത്മീയനും നമ്മളെ വ്യത്യാസം ഇതാ. എ സ്പിരിറ്റ് ഫിൽഡ് മാനും ഹല്ലേലൂയ ഒരു ഓർഡിനറി മാനും നമ്മളെ വ്യത്യാസം അതാ. ആത്മ നിയന്ത്രണമുള്ളവനും ആത്മാവ് നിയന്ത്രിക്കാത്ത വ്യത്യാസം ഇതാണ്. ഒരേ പ്രശ്നമാണ്, ഒരേ നിലത്ത് വീഴുന്ന വിത്താണ്, ഒരേ സൂര്യനാ തലക്കടിക്കുന്നത്. പക്ഷെ ഒരെണ്ണം കരിഞ്ഞു പോകുമ്പോൾ മറ്റൊന്ന് 100 മേനി കൊടുക്കുന്നത്. നമ്മൾ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഫറവോന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പുറത്തു പോന്നു. ദൈവങ്ങളെ അറിയണം, അവരെല്ലാം നിലവിളിക്കുക. ചെങ്കടല തീരത്ത് എന്തോ നിലവിളി, എന്തോ ബഹളമാണ്, ആകെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ നടുവിലാണ് മോശ ജനത്തോട് പറയുന്നത്, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഒരു നാളും കാണത്തില്ല. കാരണം മോശയുടെ ചെവിക്കകത്ത് ദൈവശബ്ദം മുഴങ്ങുന്നുണ്ട്. ആത്മനിറവുള്ളവന്റെ ഉള്ളിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ജനത്തോട് മുന്നോട്ട് പോകും.
ഇത് ജനത്തോട് പറയണമെങ്കിൽ, വിശ്വാസ പ്രഖ്യാപനം നടത്തണമെങ്കിൽ മോശയുടെ വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആദരത്തിലും കുഞ്ഞുങ്ങളെ നോക്കി പറയണം, ദൈവം കാര്യം സാധിപ്പിക്കും. അതല്ലേ സ്തോത്രമല്ലിയ നെഹമ്യാവ് പറയുന്നത്. ഇടിഞ്ഞു കിടക്കുന്ന മതില്, ചണ്ടിക്കൂമ്പാരങ്ങളിൽ കത്തിച്ചാമ്പലായി കിടക്കുന്ന വാതിലുകള്, കല്ലുകള്, ഇതിനൊരു ഭാവി ഉണ്ടാകുമോ? നടക്കത്തില്ല. ഇനി പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ ഇടിഞ്ഞു പോകുമെന്ന് സൻബലത്തും തോബിയാവിന്റെയും എഴുത്തുകളും ആക്ഷേപങ്ങളും. കൂടെ നിൽക്കുന്നവർക്ക് നിരാശ, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷേ ആ നെഹമ്യാവ് എന്ന ഭക്തനായ മനുഷ്യൻ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയും ഉപവാസം കഴിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് പറയുക, നെഹമ്യാവ് 2:20, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും, അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രൈസ്. കത്തിക്കരിഞ്ഞു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മൺകട്ടകളെയും ചുട്ടുവെന്ത് കിടക്കുന്ന വാതുകളെയും നോക്കി വിശ്വാസം പറയണമെങ്കിൽ ആ ആദരത്തിന്റെ കരുത്തെന്താണ്? ഇന്ന് രാത്രികാലം സാധ്യതകളും സാഹചര്യങ്ങളും ഒന്നും അനുകൂലമല്ലെങ്കിലും ആദരം തുറന്നൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അല്ലെ, സ്വർഗത്തിലെ ദൈവം എന്റെ ഈ കാര്യം സാധിപ്പിക്കും. അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല കർത്താവെ. പല വട്ടങ്ങളായി ഇതിനുവേണ്ടി ഞങ്ങൾ ആ ഓഫീസുകൾ കയറിയിറങ്ങുന്നു, ആപ്ലിക്കേഷൻ ഒന്നിനു പുറകെ ഒന്നായി അയച്ചു നോക്കി, ഇതുവരെ അതിനൊരു ഉത്തരം കണ്ടില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ചിലരിയ്ക്കുന്ന ഇരിപ്പിൽ, ഒരു ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഒരു ദൈവദാസനിലെ ആത്മനിയുക്തനായി ഞാൻ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. നടക്കയില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ ആത്മാവിൽ അത് കാണുന്നെന്ന് എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ത്രൂ ജീവിതത്തിൽ, അത് ഫിസിക്കലി, സ്പിരിച്വലി, മെന്റലി, ഫിനാൻഷ്യലി, എനി ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ്, വാട്ട് ആർ മേ ബി ദ ബിഗ് ചാലഞ്ച് ദാറ്റ് സ്റ്റാൻഡിംഗ് ബിഫോർ യു ആസ് എ ബിഗ് മൗണ്ടൻ. അതിനെ നോക്കി ഇന്ന് രാത്രി വിശ്വാസം വിളിച്ചു പറഞ്ഞാട്ട്, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസനായ ദാസിയായ ഞാൻ ഈ വിഷയത്തിനകത്ത് എഴുന്നേറ്റ് നിന്ന് കല്ലിന്മേൽ കല്ല് വെച്ചു പണിയുമെന്ന്. കെട്ടിപ്പൊക്കും, വീണ്ടും ഇവിടെ മതിലുണ്ടാകും, വീണ്ടും വാതിലുണ്ടാകും, വീണ്ടും ആരാധന വെളിപ്പെടും, വീണ്ടും ദേവാലയത്തിന്റെ മഹത്വം കാണും, വീണ്ടും ജനം കടന്നു വരും, വീണ്ടും യാഗപീഠം പണിയപ്പെടും എന്നൊക്കെ പറയത്തക്കവണ്ണം വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാളെ ഇത് ഏലീശ പറയുന്നത് 2 രാജ 7-ാം അധ്യായത്തിലാണ്. അവിടെ മക്കളെ പുഴുങ്ങി തിന്നുന്ന കാലഘട്ടമാണ്. വളരെ ശമരിയിലെ ക്ഷാമം അതികഠിനം. പ്രാവിന്റെ ആഹാരങ്ങൾക്ക് 5 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു കഴുതയുടെ തലയ്ക്ക് 80 വെള്ളിക്കാശ്. നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു ദിവസത്തെ ശമ്പളം 1 വെള്ളിക്കാശ്. 3 മാസത്തെ വരുമാനം വേണം 1 കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ. അങ്ങനെയുള്ള ക്ഷാമത്തിന്റെ തീവ്രത സമയത്താണ് അവിടെ നിന്നുകൊണ്ട് ഏലീശ പ്രവാചകൻ പറയുന്നു, 2 രാജ 7-1, നാളെ ഈ നേരത്ത്, വിത്തിൻ 24 hours, അല്ലെ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഒരു സമൃദ്ധി ഉണ്ടാകും. ഇങ്ങനെ പറയണമെങ്കിൽ വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. സ്തോത്രമല്ലി. അതുകൊണ്ട് നമ്മൾ വിശ്വാസ പ്രഖ്യാപനം നടത്തണം. ഒന്നും കൂടെ കടത്തി പറയട്ടെ, അല്ലെങ്കിൽ യോ പറഞ്ഞ പോലെ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ, സ്തോത്രമല്ലിയ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഒടുവിൽ ഞാൻ ഇന്നിരിക്കുന്ന ഈ പൊടി പോലുള്ള ഈ പൊടിയിൽ, എന്റെ ശരീരത്തിൽ ആ വീണ്ടെടുപ്പുകാരൻ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്യനല്ല, അത് സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരണമെങ്കിൽ ആത്മനിറവുള്ളവൻ വിശ്വാസം പ്രഖ്യാപിക്കും. നിരാശയുടെ വാക്ക് അതരത്തിൽ നിന്ന് പുറത്തു വരത്തേയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ആത്മനിറവിലാണ്. സംതൃപ്തമായ ജീവിതത്തിന്റെ വിശേഷത അതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇനിയും ഈ സംതൃപ്തമായ ജീവിതത്തിന്റെ അർത്ഥം, സംതൃപ്തം സമം എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, വാട്ട് ഈസ് കണ്ടന്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, സംതൃപ്തം എന്ന് പറഞ്ഞാൽ സമാധാനപൂർണമായ ജീവിതമാണ്. ആത്മഫലങ്ങൾ. ഒരു വൃക്ഷത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയുകയാണ്, കൊള്ളാമല്ലോ മരം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഇല മാത്രമാണെങ്കിൽ സാധാരണക്കാരൻ ആദ്യത്തെ 10 വർഷം പറയും, 11ാമത്തെ വർഷം നോക്കിയിട്ട് മാവേൽ മാങ്ങയിലും പറയും, ഇങ്ങനെ ചുമ്മാത് തടച്ചു വളർന്ന് നിൽക്കുകയാണ്, ഇതിൽ ഒരു ഫലവും ഇല്ലല്ലോ. സംതൃപ്തമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഫലവത്തായ ജീവിതമാണ്. ഇറ്റ്സ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. സംതൃപ്തമായ ജീവിതം. മറ്റുള്ളവർ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരു ശുഭപ്രതീക്ഷ. ഒരു പ്ലാവിൽ ചക്ക ഉണ്ടാകുമ്പോൾ ആ വീട്ടുടമസ്ഥന് ഒരു ദിവസം ഇത് പാകമാകും, ഇത് പഴുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ജീവിതമാണ് സംതൃപ്ത ജീവിതം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ വെറുതെ എന്തിനാ നിലത്തെ നിഷ്ഫലമാക്കുന്നത്, ഇങ്ങനെ ഒരു പാഴ്ജമമാണോ ഇത് എന്ന് ചോദിക്കാൻ ഇടവരാത്ത ഫലഭൂയിഷ്ടമായ ജീവിതത്തിന്റെ പേരാണ് എ കണ്ടന്റ്മെന്റ് ഓർ സാറ്റിസ്ഫൈഡ് ലൈഫ്. സ്തോത്രം. ഇനി നമ്മുടെ ഈ സംതൃപ്തമായ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ സമാധാനം, അത് ആത്മഫലമാണ്. സമാധാനം ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആത്മനിറവുള്ളവന്റെ ജീവിതത്തിൽ പ്രകടമായി കാണുന്നതാണ്. എങ്ങനെയാണ് ആത്മാവിൽ നിറഞ്ഞതെന്ന് അന്യഭാഷ പറയുമ്പോഴല്ല കാണുന്നത്.
സ്തോത്രം. അത് സഭായത്തിന്റെ ഇടയ്ക്ക് ഒരു ആത്മീയ വർധനവിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തും. നമ്മളൊക്കെ ചോദിക്കാറില്ലേ, ഈ പ്രസംഗിക്കുന്ന ഇടയ്ക്കും പ്രവാചകന്മാരൊക്കെ അന്യഭാഷ പറയും. നമ്മൾ ഓർക്കും 2 അന്യഭാഷ പറഞ്ഞിട്ട് പുട്ടിന് തേങ്ങ ഇടുന്ന കണക്ക് ഇങ്ങനെ കുറച്ച് മാവ്, പിന്നെ ഇച്ചിരി തേങ്ങ, പിന്നെ ഇച്ചിരി പൊടി, തേങ്ങ ഇട്ടാണല്ലോ പ്രവചന ശുശ്രൂഷ. ദൈവമക്കളെ, അതല്ല. ആത്മീയ വർധനവ് തനിക്ക് വരുത്താൻ വേണ്ടി പറയുന്നത്, അല്ലാതെ അതിന്റെ വ്യാഖ്യാനമല്ല. അത് ഭാഷകളുടെ വ്യാഖ്യാനം വേറെയുണ്ട്, അത് വേറെയുണ്ട്. പക്ഷെ ഒരു പ്രവാചകനോ ഒരു പ്രഭാഷകനോ അന്യഭാഷ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അതിന്റെ വ്യാഖ്യാനമല്ല, തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുകയാണ്. അന്യഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആത്മാവിൽ നിങ്ങൾക്കൊരു വർധനം ഉണ്ടാകും. അതല്ല, അല്ലല്ലേ മറ്റുള്ളവർ കാണേണ്ടത് എല്ലാവരും അന്യഭാഷ പറഞ്ഞ് അന്യഭാഷയിൽ ഹി ക്യാൻ സ്പീക്ക് ഇൻ ടങ്സ്, ഹീസ് എ സ്പിരിറ്റ് ഫിൽഡ് മാൻ. അങ്ങനെയല്ല ലോകം നമ്മളെ വിധി എഴുതുന്നത്. ഫലത്താലാണ്, വരത്താലല്ല. വരം പൊതുസഭയ്ക്ക് പ്രയോജനപ്പെടുന്നു. നിങ്ങളുടെ എബനേസർ IPCയുടെ 4 കോമ്പൗണ്ടിനുള്ളിൽ വരത്തിന് പ്രയോജനവും, അതിനെ പുറത്തിറങ്ങിയാൽ വീട്ടിലാണേലും ജോലി സ്ഥലത്താണേലും വരവല്ല വർക്ക് ചെയ്യേണ്ടത്, ഫലമാണ് വർക്ക് ചെയ്യേണ്ടത്. ആത്മനിറവിന്റെ ജീവിതം ഫലവത്തായ ജീവിതമാണ്. സ്തോത്രം. സ്പിരിറ്റ് ഫ്രൂട്ട് ഫിൽഡ് ലൈഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. ഗലാത്യർ 5:22 തൊട്ട് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയം എല്ലാം കൂടെ ചേർന്ന ആപ്പിൾ അല്ല, ഇത് ഓറഞ്ചാണ്. നിങ്ങൾ നോക്കണം, ആത്മാവിന്റെ ഫലം ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് ആണ്. ഒന്ന് പോയാൽ മൊത്തം പോയി. ഒരു ഓറഞ്ച് നിങ്ങൾ നോക്കുമ്പോൾ ഒരു അല്ലി കേടാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അല്ലയോ പോയതുള്ളൂ, ബാക്കി കുഴപ്പമില്ല. നിങ്ങൾ തന്നെ ഒരുമാതിരി സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഒന്ന് പുഴു കുത്തിയാൽ ബാക്കി എല്ലാം പുഴുക്കത്താണെന്ന്. അതുകൊണ്ട് ഒരു അല്ലി കേടാണെങ്കിൽ സകലതും കേടാ. അപ്പൊ ഈ 9 എണ്ണം ചേരുന്ന ഒരു ഫലമാണ് ആത്മാവിന്റെ ഫലം. അതിനകത്ത് സ്നേഹമില്ലെങ്കിൽ ബാക്കി എല്ലാം, എത്ര ദയ ഉണ്ടെങ്കിലും കരുണയുണ്ടെങ്കിലും പരോപകാരം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. 1-13 ചേർത്ത് പഠിച്ചോണം. ദയയില്ലാത്ത ആത്മഫലം അല്ലെങ്കിൽ പ്രയോജനമുള്ളതല്ല. ഇന്ദ്രിയജയമില്ലാത്ത, ജഡത്തെ നിയന്ത്രിക്കാത്ത, കോപം നിയന്ത്രിക്കാത്ത, ആത്മാവിന് ജഡത്തിന്റെ ഇച്ഛകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത ആത്മീയ ജീവിതം ആത്മീയമല്ല. ആത്മാവിന്റെ ഫലമുള്ള ജീവിതം ആ സംതൃപ്ത ജീവിതം. അതിനകത്ത് ഒരു പ്രത്യേക പദമുണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം. അതിലെ സമാധാനം ആണ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ലൈഫ് എന്ന് പറയുന്ന സമാധാനമുള്ള ജീവിതമാണ്, ശാന്തതയുള്ള ജീവിതം. അപ്പൊ സ്വസ്ഥമാണ്, സംതൃപ്തമാണ്. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ സമാധാനമുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥർക്ക് മാത്രമേ. മത്തായി 5:9 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനമുള്ളവരായിരിക്കണം. നാട്ടുകാർക്കും വീട്ടുകാർക്കും സഭകാർക്കും സമാധാനം ഉണ്ടാക്കുന്നവരും ആയിരിക്കണം. അല്ലയ്യ, വഴക്കാളിയെ കയറി ദൈവവേദനെന്ന് കയറി വിളിച്ചേക്കണം. കുടുംബത്തിലും വഴക്കുണ്ടാക്കി, സഭയിലും വഴക്കുണ്ടാക്കിയിട്ട് ഈ 25 വർഷമായിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കയറി ദൈവമക്കളെന്ന് വിളിക്കരുത്. വഴക്കാളിയെ വഴക്കാളി എന്ന് തന്നെ വിളിക്കണം. മസ, മെരിബ എന്നൊക്കെയാ കലഹത്തിന്റെ പേരിന് ദൈവം പേരിട്ടിരിക്കുന്നത്. അല്ലാതെ അതിനെ കയറി അല്ലെങ്കിൽ ഹെബ്രോൻ എന്നും അതിനെ കയറി ഗിൽഗാൽ എന്നും ദൈവം പേരിടത്തില്ല. മസയാണെങ്കിൽ മസ, മെരിബയാണെങ്കിൽ മെരിബ. അതുകൊണ്ട് 6000 വർഷം കഴിഞ്ഞിട്ടും 4000 വർഷം കഴിഞ്ഞിട്ടും ലേഖനം എഴുതിയപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ മസായിലും മെരിബായിലും പോലെ എന്നെ പരീക്ഷിക്കരുത്. കലഹം എന്നാണ്. അപ്പൊ ഒരിക്കൽ വഴക്കാളി എന്ന് പേര് കിട്ടിയാൽ ആയുസ് വരിയുന്ന വഴക്കാളിയായിരിക്കും. ഒരിക്കൽ മുൻകോപി എന്ന് പേര് കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ മുൻകോപിയായിരിക്കും. അതുകൊണ്ട് ആത്മഫലത്താൽ വേണം ഇതിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. സമാധാനമുള്ള ജീവിതമാണ് സംതൃപ്ത ജീവിതം. ആത്മനിറവിന്റെ ജീവിതം തന്നെ ആത്മാവിന്റെ ലക്ഷണമാ അല്ലെ സമാധാനം. ഇന്നലെ നമ്മൾ വായിച്ചതാ അല്ലെ റോമർ 14:17 ആത്മനിറവ്, പരിശുദ്ധാത്മാവിലുള്ള സമാധാനം, സന്തോഷം, സ്തോത്രം. ഈ സമാധാനം എങ്ങനെ കിട്ടും എന്നൂടെ പറയും. അതുകൊണ്ടൊന്നും അറിയണ്ട. സമാധാനത്തിന്റെ ഉറവിടം അറിയണം. യോഹന്നാൻ 14:17 സമാധാനത്തിന്റെ ഉറവിടം യേശുവാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദ സോഴ്സ് ഓഫ് പീസ് ഈസ് ഫ്രം ഗോഡ്. ദൈവമാണ് റീസോഴ്സ്. അത് തന്നെ റോമർ 16:20 സമാധാനത്തിന്റെ ദൈവമോ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവമാണ് സമാധാനം തരുന്നത്. അപ്പൊ യേശുവിൽ കൂടെയാണ് ത്രിയേകത്വം അവിടെ തെളിയിക്കുകയാണ്. പുത്രനായ യേശുവിൽ കൂടെ സമാധാനം, എന്റെ സമാധാനം, പിതാവായ ദൈവത്തിന്റെ സമാധാനം, ഇതെല്ലാം ഒന്നാണ്. പക്ഷെ നമ്മുടെ ത്രിയേകം തെളിയിക്കുന്നത് അങ്ങനെയാണ്. റോമർ 16:20 സമാധാനത്തിന്റെ ദൈവമോ. ഇനിയും നിങ്ങൾക്ക് സഭായോഗത്തിനും പ്രാർത്ഥനയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ഒരിക്കലും ഒരു കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞു, പാസ്റ്റങ്ങളെ അവസാനം പറയുന്ന ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഓർത്ത് ഇവൻ എന്തോ ഒരു മിടുക്കനാണ്. കാരണം നമ്മൾ ഈ പറയത്തില്ല, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സമാധാനം. ഇതിനകത്ത് അങ്ങനെയാണ് ഫെലോഷിപ്പ് ആൻഡ് ദ പീസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. അതിന്റെ അർത്ഥം ഇപ്പോഴാ മീറ്റിംഗ് തീർന്നെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ കണക്ക്. പക്ഷെ അവിടെ അവസാനം നമ്മൾ ഇവരെ പറഞ്ഞ് വീട്ടിൽ വിടുന്നത് ദ പീസ് ഓഫ് ദ ലോർഡ് ബി വിത്ത് യു. സമാധാനത്തിന്റെ ദൈവം, പരിശുദ്ധാത്മാവിന്റെ സമാധാനം, സംതൃപ്തമായ ജീവിതം, ത്രിയേക ദൈവത്തിന്റെ സമാധാനം
നാം ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് സംതൃപ്ത ജീവിതം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ നിങ്ങൾ പുതിയ നിയമത്തിലെ എല്ലാ സഭയിലും പറയുന്ന ആശീർവാദം. എങ്ങനെ, അതായത് ദൈവദാസന് ഇഷ്ടമുള്ള പോലെ പറയാം, ഞാൻ എല്ലാ ആഴ്ചയും ഒരുപോലെ ആയിരിക്കത്തില്ല ഞാൻ പറയുന്നത്, ചിലപ്പം അല്ലെങ്കിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് നടത്തുന്ന അതേക്കുറിച്ച് പറയും, കർത്താവ് യേശുവിന്റെ കൃപയുണ്ടായിരുന്നു പറയും, ത്രിയേക ദൈവം എന്ന് പറയും. എല്ലാ ആഴ്ചയും ഒരുപോലെ പറയണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ പുതിയ നിയമത്തിലെ ആശീർവാദവും പഴയ നിയമത്തിലെ ആശീർവാദവും വള്ളി വ്യത്യാസമില്ല. സ്തോത്രം. അതാണ് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ 24 മുതൽ വായിക്കുന്ന മഹാപുരോഹിത ആശീർവാദം. യഹോവയായ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ്. 2, ഹല്ലേലൂയ, യഹോവയാ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളോട് കരുണയുള്ളവനാകുമാറാകട്ടെ. അതാ പുത്രനായ യേശുവിന്റെ കൃപ. 3, ഹല്ലേലൂയ, പിതാവ് യഹോവയാ ദൈവം തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. അതാ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പഴയ നിയമത്തിലെ ആശീർവാദം തന്നെയാണ് പുതിയ നിയമത്തിലെ ആശീർവാദം. അപ്പം ദൈവത്തിന്റെ സ്നേഹവും കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആ കൂട്ടായ്മമായ സമാധാനവും കൂടെ കൊണ്ടു നടക്കുന്നവനാണ് ആത്മനിറവിന്റെ ജീവിതം. ദാറ്റ് ഈസ് ദ റീസോഴ്സ് ഓഫ് അവർ പീസ്. നമ്മുടെ സമാധാനത്തിന്റെ ഉറവിടം അതാണെന്ന് മനസ്സിലാക്കണം. ഇനിയും നമുക്ക് കിട്ടിയ സമാധാനം എങ്ങനെയാണ് നിങ്ങൾ നിർത്തേണ്ടത്? ഒരു 10-25 വർഷം അല്ലെ 50 വർഷം ജീവിക്കണ്ടേ? അറിയത്തില്ലല്ലോ എന്നാ നമ്മുടെ ആയുസ്, ഇന്നായിരിക്കാം നാളെ ആയിരിക്കാം, അറിയത്തില്ല. ഇനി ചിലപ്പം കർത്താവ് അങ്ങ് കരുണ കാണിച്ച് നിങ്ങളോട് പറയാം 100 വർഷം ജീവിച്ചിരുന്നോ, നിങ്ങൾ അനുഭവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത്രയും ദിവസം നമ്മൾ സമാധാനമായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? സമാധാനം നിലനിർത്തണ്ടേ? ഹൗ ടു മെയിൻറ്റെയിൻ ദ പീസ്. പിതാവിൽ നിന്ന്, പുത്രനായ യേശുവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ച സംതൃപ്ത ജീവിതമായ സമാധാനത്തിന്റെ ഉടമസ്ഥരായി ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ ദ പീസ് ത്രൂ ഔട്ട് യുവർ ലൈഫ്? ഫോർ അനദർ വേർഡ് ഐ ക്യാൻ സേ 24/7. 24 മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെ ഈ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ പറ്റും? അതിനെ അല്ലെങ്കിൽ 6 കാര്യങ്ങളുണ്ട്. വേഗം പറഞ്ഞ് നേരത്തെ സമയം തീരം തോന്നും. സ്തോത്രം. 1 റോമർ 5:1 വാക്യമാണ്. റോമർ 5:1 വാക്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ഒന്നാമത്തെ വിഷയം രക്ഷയെക്കുറിച്ചുള്ള ബോധ്യമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കണം. ആദ്യമേ ഓർക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് എന്ത് കഴിക്കുമെന്നല്ല ആൽക്കേണ്ടത്. അത് ഇഡലിയോ ദോശയോ ഉപ്പോ പുട്ടോ വാട്ടവറ കിട്ടിയുള്ള കഴിച്ചു, അല്ലെങ്കിൽ ഒരു ബർഗർ ആയിക്കൊള്ളട്ടെ. പക്ഷെ ആദ്യമേ ഓർക്കേണ്ടത്, കർത്താവെ വീണ്ടെടുത്ത് തന്നെ കൊടും പാപിയായിരുന്ന എന്നെ വൻ ചേറ്റിൽ നിന്ന് കയറ്റി. നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. സ്തോത്രം. അർഹതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് എന്നെ വീണ്ടെടുത്തു. മകൾ സ്നേഹം. ഒരു പാട്ടിന് 2 വരിയൊക്കെ പാടിക്കഴിഞ്ഞാൽ, എന്റെ ഭാഷയെ പറഞ്ഞാലല്ലേ, ഈ എനർജി ഡ്രിങ്ക് കുടിക്കുന്നതിന്റെ ശക്തിയായിരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് വെറുത്തോണ്ടും ആവലാതി പറയാതെ കണ്ണാടി പോയി നിന്നുകൊണ്ട് നോക്കിയിട്ട് അല്ലേ ഈ പാപിയെ സ്നേഹിപ്പാൻ എന്ത് യോഗ്യതയുണ്ടെന്നൊക്കെ ഒരു പാട്ട് അങ്ങോട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ, അത് ബ്രഷ് ചെയ്യുമ്പോഴാണെങ്കിലും പാടിക്കും, ഒരു കുഴപ്പമില്ലല്ലോ, അത്രയും സമയം കൂടെ ലാഭിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു സന്തോഷമായിരിക്കും. അല്ലേ അൻപിതോ യേശുവിൻ സ്നേഹത്തെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് പാടി നോക്കിയേ. അതാണ് ദൈവത്തോട് സമാധാനം. വിശ്വാസത്താലുള്ള നീതീകരണം ഞാൻ പ്രാപിച്ചല്ലോ, നീതികേടിൽ നിന്ന് എന്നെ മാറ്റിയെടുത്ത് ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്ത എന്നെ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യനായിരുന്ന എന്നെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞ് സമാധാനം. 2, ആരാധിച്ചു വേണം. ദൈവത്തെ ആരാധിക്കണം സമാധാനം കിട്ടണമെങ്കിൽ. മത്തായി 2:14 ബെത്ലഹേമിന്റെ ആകാശമണ്ഡലങ്ങളിൽ തിരിക്കപ്പെട്ട ചിറകുമായ കെരൂബുകളുടെ ഒരു പാട്ടുണ്ട്. അത് കിടക്കുന്ന യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള അറിവ് ഇടയന്മാർക്ക് കൊടുക്കുന്ന ദൂത സന്ദേശമാണ്. നക്ഷത്രം കണ്ടുകൊണ്ട് വിദ്വാൻമാർ വരുന്നു. ആകാശത്തോട്ട് നോക്കിക്കിടക്കുന്ന ഈ ആട്ടിടയന്മാർക്ക് നക്ഷത്രം കണ്ടാലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവരെ കണ്ട് നക്ഷത്രം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ ചുമ്മാ നക്ഷത്രം എണ്ണി കിടക്കത്തേ ഉള്ളൂ. ഈ ആരോട് എങ്ങനെ ഇടപെടണമെന്ന് ദൈവത്തിന് അറിയാം. വിദ്വാൻമാർക്ക് നക്ഷത്രം കാണിച്ചാൽ അവർക്കറിയാം അത് ഗണിച്ചെടുക്കാൻ വേണ്ടി. ആട്ടിടയന്മാരെ നക്ഷത്രം കാണിച്ചാൽ പറയും, മോനെ ഇന്ന് നല്ല വെളിച്ചമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പാട്ടൊക്കെ പാടി ഓരോരുത്തരുടെ നിലയും വില അനുസരിച്ചൊക്കെയാണ് കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എല്ലാവരോടും ഒരേ രീതിയിലല്ല ദൈവം ഇടപെടുന്നത്. അങ്ങനെ ആ പാട്ടുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് എവിടെ മഹത്വം കൊടുക്കുന്നോ അവിടെ സമാധാനം. The more you give glory to the Lord, you can have more peace in your life. ആരാധിക്കുമ്പോൾ നമുക്കതാ സമാധാനം. അതിന് നമ്മള് ഈ ഹിന്ദിക്കാരുടെ പാട്ട് കടമെടുത്തിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു. സ്തുതി ആരാധന ഉപ്രജാതികെ ആശിഷ് നീച്ചയാത്തികെ. നമ്മളിങ്ങനെ ആരാധിച്ച് അങ്ങോട്ടും മേളോട്ട് കയറ്റി വിടുമ്പോൾ, അല്ല അവിടുന്ന് കെട്ടുകണക്കിന് ചാക്ക് കണക്കിന് നോട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇറക്കും, വാഹനം ഇങ്ങോട്ട് കീഴോട്ട് ഇറക്കി തരുമെന്നൊക്കെ നമ്മളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ദൈവമക്കളെ അതല്ല. സ്തുതി ആരാധന ഉപ്രജാതികെ ആശിഷ് നീച്ചയാത്തികെ. ദൈവത്തിന്റെ സമാധാനം, കർത്താവിന്റെ കൃപ,
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ആരാധനയിൽ നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ്. സ്തോത്രമല്ലിയ, നമ്മുടെ ഭയം മാറുകയാണ്. അതാണ് നമുക്ക് ലഭിക്കുന്ന ഈ ആരാധന. അപ്പം ആരാധിക്കുന്നിടത്ത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നിടത്താണ് സമാധാനം വ്യാപരിക്കുന്നത്. വിശദീകരണം ആവശ്യമില്ലല്ലോ, സമയം പോകുന്നു. മൂന്നാമത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ സമാധാനം ഏത് വിഷയത്തിനകത്തും. ഇന്ന് നമുക്ക് ഡോക്ടർമാരുടെ പെരുപ്പം നിമിത്തം ഈ പണ്ട് എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ എല്ലാറ്റിനും ഒരൊറ്റ ഡോക്ടർ, MBBS പഠിച്ചിരുന്ന ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരാളായിരുന്നു നോക്കി വരുന്നത്. ഒരു മരുന്ന്, ഒരു ചുവന്ന മരുന്ന് കുപ്പിക്കകത്ത് ഒരു ചുവന്ന മരുന്നും. ഏത് അസുഖത്തിനും, അടി മുതൽ മുടി വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒറ്റ മരുന്നും ഒരു ഡോക്ടറുമായിരുന്നു. പിന്നെ കാലപ്പഴക്കത്തിലാണ് സ്പെഷ്യലിസ്റ്റ്. എന്നാൽ നമ്മുടെ ചർച്ചകളൊക്കെ ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്. മുടിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ട്, പോഡിയാട്രിക്സ്, കാലിന്റെ നഖത്തിന് വേണ്ടിയുണ്ട്. എല്ലാ ശരീരം, ഒരാൾക്ക് വേറെ കുറിച്ച് അറിയത്ത് പോലും ഇല്ല. അതിൽ നമ്മളോട് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് അടുത്ത് വെക്കോ, സ്പെഷ്യലിന്റെ അടുത്ത് വെക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞു വിടുക. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച്, അതിന് സത്യത്തിൽ അവൻ പറഞ്ഞതാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല, നിങ്ങൾക്ക് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ നിന്നുകൊണ്ട് പറയണം, കർത്താവ് എന്നെ സൃഷ്ടിച്ചു, നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചവൻ, ഭയങ്കര അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കും. ഈ ഡോക്ടർമാർക്കൊന്നും എന്നെ പിടികൊടുക്കാത്ത ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ല കാര്യം, ഡോക്ടർമാരത്തൊക്കെ പൊക്കോണം, അല്ല ഇനി ഞാൻ പാസ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആരും പോകാതിരിക്കരുത്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ യെശയ്യാവ് 26:3-4 വാക്യം അല്ല, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ദൈവാശ്രയമാണ് പെർഫെക്റ്റ് പീസ് തരുന്നത്. യു വാണ്ട് ടു എക്സ്പീരിയൻസ് എ പീസ്ഫുൾ ലൈഫ്, എ സാറ്റിസ്ഫൈഡ് കണ്ടന്റ് ലൈഫ്, പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ ആശ്രയിച്ചാണ്. ആത്മനിറവുള്ളവൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനാണ്. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാർവയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം വെക്കുവിൻ. ഭയങ്കരമായ ചീറ്റിലുണ്ടായേക്കാം, മതിൽമേൽ കൊടുങ്കാറ്റ് പോലെ അടിക്കാം, ഭീകരമായ ഉഷ്ണം പോലെ പ്രതിസന്ധി കടന്നു വന്നേക്കാം. പക്ഷെ ഉഷ്ണത്തിൽ തണലായി, കൊടുങ്കാറ്റിൽ ആശ്രയമായി ദൈവം നമ്മോട് കൂടെ വെളിപ്പെടുന്നതിന്റെ കാരണം, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. ഓരോ സമയത്ത് ഓരോ ഫലം കൊടുത്തിരിക്കും. വിശദീകരിക്കുന്നില്ല. അപ്പോൾ ദൈവാശ്രയമാണ് സമാധാനം നിലനിർത്താനുള്ള സംതൃപ്ത ജീവിതത്തിന്റെ വഴി. ഈ ദൈവാശ്രയം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് അകത്തിരുന്നു കൊണ്ട് വചനത്തിൽ ആശ്രയിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ബുദ്ധി ഉപദേശിക്കും. അതാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്താൽ നിങ്ങളെ ആരും ഉപദേശിച്ചു തരണ്ട, നിങ്ങൾ ഉപദേശിക്കപ്പെടുന്നവരായിരിക്കും. സ്തോത്രം. അടുത്തത്, ഹല്ലേലൂയ, നമ്മൾ സമാധാനം നിലനിർത്തുന്നത് 119-ാം സങ്കീർത്തനം 165-ാം വാക്യമാണ്. സങ്കീർത്തനം 119-165. നിന്റെ ന്യായപ്രമാണത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനമുണ്ട്. ദൈവവചനത്തോടുള്ള സ്നേഹം നമുക്ക് സമാധാനം തരും. വചനത്തിൽ ഉറയ്ക്കും തോറും, വചനത്തിൽ ആശ്രയിക്കും തോറും, വചനത്തെ ആലിംഗനം ചെയ്യും തോറും ദൈവം നമുക്ക് സമാധാനം തരുന്നു. 119-ാം സങ്കീർത്തനം നിങ്ങൾ 22 ഭാഗങ്ങളായി തിരിച്ചിട്ട് ആലേഫ് മുതൽ അല്ലെങ്കിൽ ലാസ്റ്റില് വേറെയുള്ള എബ്രായ ഭാഷയുടെ പദങ്ങളെ വിശകലനം ചെയ്ത് ഓരോ വാക്കിന്റെ അർത്ഥങ്ങളാണ് 8 വാക്യങ്ങൾ വീതം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് വായിച്ചു നോക്കിയാട്ട് വചനത്തിന്റെ ശ്രേഷ്ഠത അവിടെ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരും. ആ വചനം നിങ്ങൾ ഒന്ന് വായിച്ചാട്ട് ഇവിടെ പറയുക, നിന്റെ വചനത്തെ പ്രിയപ്പെടുന്നവർക്ക് മഹാസമാധാനം. The more you love the word of God, the more peace you will have. എത്രത്തോളം ദൈവവചനം പ്രിയപ്പെടുന്നോ അത്രത്തോളം സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത്. ഫിലിപ്പിയർ 4 നമ്മൾ വായിച്ച 4-6-7 വാക്യം, സമാധാനം നിലനിർത്താം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ. എന്താ പറയുന്നത്? പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം. പ്രാർത്ഥിച്ച സമാധാനമാകും. മനസ്സങ്ങോട്ട് വ്യാകുലപ്പെടുമ്പോൾ മുട്ടുമടക്കിയിട്ട് 4 സ്തോത്രം പറഞ്ഞ് ആവശ്യങ്ങൾ അങ്ങ് ദൈവത്തോട് പറഞ്ഞു എന്നും പറയാം കേട്ടോ. ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. പരസ്യമായി പ്രാർത്ഥിക്കരുതേ ഉള്ളൂ, രഹസ്യമായി എന്തും പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ദേഷ്യവും സങ്കടവും പരിഭവവും ദുഃഖവും നിരാശയും ഒക്കെ തുറന്നു പറയാൻ പറ്റിയ ഒരു സ്ഥലം നിങ്ങളുടെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന കസേരയിൽ യേശു ഉണ്ടെന്നുള്ള ഉറപ്പോടെ, നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് നിങ്ങളുടെ അടുത്ത് കാണുന്ന അങ്ങ് ദൂരത്ത് കാതങ്ങൾക്കപ്പുറത്തിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല, എന്നോ വിളിച്ചപേക്ഷിക്കുക, ഹല്ലേലൂയ, അടുത്തിരിക്കുന്ന ഒരു ദൈവം, എന്റെ വാക്ക് കേട്ടുകൊണ്ട് എന്റെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഒരു ദൈവം, മോശയോട് അഭിമുഖമായി സ്നേഹിതരെ പോലെ സംസാരിച്ച ദൈവം എന്റെ മുറിക്കകത്ത്, എന്റെ അടുക്കൽ, എന്റെ ഇടയിലുണ്ട് എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ദിവ്യ സമാധാനം നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരും. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി സംതൃപ്തമുള്ള ജീവിതം അങ്ങനെയാണ്. ഇനിയും നമ്മുടെ ജീവിതം സംതൃപ്തമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് 2 കാര്യം കൂടെ പറഞ്ഞ് 5-6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 14:20. നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു ജീവിതം, നിങ്ങളുടെ ഒരു ശുശ്രൂഷ മറ്റുള്ളവർക്ക് എങ്ങനെ സംതൃപ്തമായി മാറാൻ പറ്റും?
ഹൗ ക്യാൻ യു മേക്ക് യുവർ ലൈഫ് എ സാറ്റിസ്ഫൈഡ് ലൈഫ് ടു അതേഴ്സ്? ആത്മനിറവിന്റെ ജീവിതം മറ്റുള്ളവരും നമ്മളെ കൊണ്ട് തൃപ്തിയാകണം. കുടുംബജീവിതത്തിൽ ഭാര്യ പറയാണ്, ഈ മനുഷ്യനോട് ഇറങ്ങി തിരിച്ചതിന് ശേഷം ഒരു സമാധാനമില്ല. തിരിച്ച് ഭർത്താവ് പറയാണ്, നിങ്ങളെ വിവാഹം കഴിച്ച കാലം തൊട്ട് എനിക്ക് സമാധാനമില്ല. 50ാമത്തെ വിവാഹ വാർഷികത്തിന് ചെന്നപ്പോഴും അച്ഛൻ പറയാണ്, പാസ്റ്റർ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവളെ കല്യാണം കഴിച്ചാണ്. മക്കളായ കൊച്ചുമക്കളുടെ കല്യാണം വരെ കഴിഞ്ഞു, ഇപ്പോഴും സംതൃപ്തിയില്ല ജീവിതത്തിൽ. പലച്ചുമൊക്കെ എന്താ കാരണം? നമ്മൾ നമ്മളെ ദൈവത്തിന്റെ കൈ കൊടുത്തിട്ടില്ല. ആത്മാവ് നയിക്കാൻ നാം വിട്ടുകൊടുത്തില്ല. മത്തായിയുടെ സുവിശേഷം 14:20 വാക്യമാണ്. സംഭവം നിങ്ങൾക്കറിയാം. ആ വാക്യം ഒന്ന് വായിക്കുന്നതിന് മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന മനോഹരമായ കഥയാണ്. അതെല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രസംഗമാണ്. 3 ദിവസം വിശന്നിരുന്ന, 3 ദിവസമല്ല, ഒരു ദിവസമാണ്. 7 അപ്പം കൊണ്ടും കുറച്ച് മീനും കൊണ്ടും 4000 പേരെ പോഷിപ്പിക്കുന്നതാണ് 15ാം അധ്യായത്തിലെ 3 ദിവസത്തെ സംഭവം. ഇവർ 3 ദിവസമായി എന്റെ കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറയുന്നത് 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നതാണ്. 5 അപ്പവും 2 മീനും ഒരു ദിവസത്തെ കഥയാണ്. സന്ധ്യ നേരം വൈകുന്നുവല്ലോ എന്ന് പറയുന്ന സംഭവമാണ്. അത് അത്ര ഓർത്തിരുന്നാൽ മതി. അങ്ങനെ ഈ അവിടെ ഒരു ബാലകൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം കഥ. 5 അപ്പം 2 മീനും കഥയല്ല എന്റെ വിഷയം. എവിടുന്ന് കൊടുക്കുന്ന ഒരു കൂട്ടർ യേശു ചോദിക്കുമ്പോൾ ഒരാൾ സ്വോത്രാക്കി എണ്ണി പറഞ്ഞ് 200 വെള്ളിക്കാശോളെന്ന് പറയുന്നു. വേറെ ആൾ പറയുന്നു ഇവിടെ ഒന്നും ഇല്ലെന്ന് പറയുന്നു. അവർ പോയി കടയിൽ പോയി വാങ്ങട്ടെന്ന് പറയുന്നു. യേശു പറഞ്ഞു അങ്ങനല്ല, അവരെ തറയിരുത്താൻ പറ, നിങ്ങൾ അവർക്ക് കൊടുക്കണം. അവസാനം അന്ത്രയോസ്, പുള്ളി ഒരു സൺഡേ സ്കൂൾ ടീച്ചറൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കലോ പിള്ളേർ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നത്. അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ചെറുക്കന്റെ കയ്യിൽ 5 അപ്പം 2 മീൻ ഇരിക്കുന്നത് കണ്ടത്. ഇതെങ്ങനെ 5 ഉണ്ടെന്നും 2 ഉണ്ടെന്നും കണ്ടെന്ന് പൊതിയായിരിക്കുമല്ലോ, ചുമ്മാ ഇങ്ങനെ അപ്പം മീനും കൊണ്ടുവരത്തില്ലല്ലോ. അല്ലല്ലോ, പല പ്രാവശ്യം അവൻ തുറന്ന് കാണും. ഈ പുള്ളി വരുന്ന കാണുമ്പോൾ അവൻ പൊതി അടച്ചു വെക്കും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം കൊണ്ട് അന്ത്രയോസ് എണ്ണി ഇത് 5 അപ്പവും 2 മീനും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ആരും പൊതി ഇല്ലാതെ വരുമ്പോൾ ഒരുത്തം മാത്രം വിശേഷാൽ ഒരു പൊതി കൊണ്ടെന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമല്ലോ, എല്ലാവരും നോക്കും. എനിവേ നമ്മുടെ കഥയാവുന്നുമല്ല, അത് യേശുവിന്റെ അടുക്കെ കൊണ്ടുവരുന്നത്. എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 5000 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. 25000 പേരെന്ന് വെച്ചു. 25000 ഒന്നും ആയിരിക്കത്തില്ല, കാരണം ഇന്നത്തെ പോലെ എണ്ണിച്ചൊട്ടാപ്പം പോലെ 3 പിള്ളേർ എന്നുള്ള ഒരു വീട്ടിൽ ഇഷ്ടം പോലെ കാണും. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ 10-12 പിള്ളേരെ കാണും. ഇത് നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ അങ്ങ് സമാധാനപ്പെട്ട് പറയേണ്ടത് 25000 പേരുണ്ടായിരുന്നു ആ സമൂഹത്തിൽ. അതിൽ എനിക്ക് ചെറിയ അല്പം ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. മധുരം അത്ര ഇഷ്ടമില്ല എനിക്ക് കഴിക്കാൻ. എരിയും പുളിയോടും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്റെ ഇഷ്ടത്തിലുള്ള ആഹാരം എന്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ ഉണ്ടാക്കും. ഈ കുഞ്ഞിന് എന്ത് ഇഷ്ടമാണെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. നിങ്ങളുടെ മക്കൾക്ക് എന്ത് ആഹാരമാണ്? ചിലർക്ക് ചീസ് വേണം, ചിലർക്ക് മധുരം വേണം, ചിലർക്ക് എണ്ണ വേണം, എന്താ നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട ആഹാരമാണ് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്നത്. ആ അപ്പവും വറുത്ത മീൻ. പക്ഷെ മത്തായിച്ചന് എരി തൊടാൻ പറ്റത്തില്ല, അസിഡിറ്റി ഉണ്ട്, കഴിക്കാൻ പറ്റത്തില്ല. അപ്പുറത്തിരിക്കുന്ന കുഞ്ഞപ്പന് അല്ലെങ്കിൽ പുളി ഇല്ലാതെ ഒരു സാധനം ഇറക്കാൻ ഇഷ്ടമില്ല. അതിന്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എരി കൂടുതൽ വേണം, ഒരാൾക്ക് മധുരം വേണം. കൊണ്ടുവന്നിരിക്കുന്നത് ഏതോ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ ഏതോ കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയ 5 അപ്പം. പക്ഷെ അവിടെ വായിച്ച വാക്യം 14:20 എല്ലാവരും തിന്ന് തൃപ്തരായി, നിറഞ്ഞെന്നല്ല, ദേ ആർ സാറ്റിസ്ഫൈഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? വല്ല വീട്ടിലും ഉണ്ടാക്കിയ 5 അപ്പവും വല്ല അമ്മച്ചിയും വറുത്ത 2 മീന് തന്റെ മകന്റെ വായിക്ക് രുചിക്ക് കൊണ്ടാക്കിയത് 5000 കുടുംബങ്ങൾക്ക് തൃപ്തി വരണമെങ്കിൽ അത് കർത്താവിനെ കഴിയത്തുള്ളൂ. സ്തോത്രം. സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കിയപ്പോൾ എന്റെ അതിരത്തിൽ വന്നപ്പോൾ അതിന് പുളി ഉണ്ടായിരുന്നു, നിങ്ങളുടെ അതിരത്തിൽ വന്നപ്പോൾ അതിന് എരി ഉണ്ടായിരുന്നു, വേറൊരാൾക്ക് അതിന് മധുരം ഉണ്ടായിരുന്നു. ചിലർക്ക് അതിന് വരുമ്പോൾ അല്ലെ എണ്ണ കൂട്ടിയ ദോശ പോലെയായി, ചിലർക്ക് അത് കൊത്തൻ ബാലരി പോലെയായി, ചിലർക്ക് അത് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെൽ കുക്ക്ഡ് ആയി, ചിലർക്ക് വെൽ ഡൺ ആയി, ചിലർക്ക് വേണ്ടതുപോലെയായി. അത് വരുത്തുവാൻ ഒരു പ്രസംഗം എന്ന നില ഞാൻ പറയുന്ന വചനം നിങ്ങൾക്ക് പ്രയോജനമായി തീരണമെങ്കിൽ ഞാൻ എന്റെ വചനം ദൈവത്തിന് കൊടുക്കണം. കർത്താവ് അത് വാഴ്ത്തട്ടെ, കർത്താവ് അത് നുറുക്കട്ടെ. ആത്മാവിൽ ദൂത് പറയുന്നു, നിങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് സംതൃപ്തമാകണമോ? അല്ലെ, നിങ്ങളെ ദൈവകരങ്ങൾ കൊടുക്കൂ. നിങ്ങളുടെ വാക്കുകൾ ദൈവം നുറുക്കട്ടെ, നിങ്ങളുടെ ചിന്തകളെ ദൈവം നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം കൺട്രോൾ ചെയ്യട്ടെ. അതും മാത്രമേ ഉള്ളൂ സാറ്റിസ്ഫൈഡ് ലൈഫ്. എല്ലാവരും തൃപ്തമായി ജീവിക്കണമെങ്കിൽ, അത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് അളവിന് നുറുക്കണം എന്ന് യേശുവിനറിയാം. എന്റെ കർത്താവിന്റെ വിരല് കൊണ്ട് നുറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഐ എം ബ്രോക്കൺ ഫോർ എ പർപ്പസ്. അങ്ങനെ നുറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ തൃപ്തിയുള്ള ഒരു ആത്മീയ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എ സ്പിരിറ്റ്ഫുൾ ലൈഫ് ഈസ് എ കണ്ടന്റ്മെന്റ് ലൈഫ്. സംതൃപ്ത ജീവിതമാണ്. ഇനി നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി എന്താണെന്ന് പറഞ്ഞ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. 17-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യം. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞെങ്കിലും വാട്ട് വിൽ ബി ദ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ വി ആർ ഗോയിങ് ടു ഹാവ്? നമുക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സംതൃപ്തി, ഏറ്റവും വലിയ തൃപ്തി, ഏറ്റവും വലിയ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത് ഈ മണ്ണിലെ ഒന്നുമല്ല ദൈവമക്കളെ. 17-ാം സങ്കീർത്തനം 15-ാം വാക്യം ഒന്ന് ഉറക്കെ വായിച്ചാട്ട്. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാനോ നീതിയിൽ നിന്റെ രൂപം കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്ന്. ഞാൻ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടാണ് എന്റെ യാത്ര തുടങ്ങുന്നത്.
അക്കരയ്ക്ക് നാട്ടിലേക്കുള്ള വെമ്പലാണ് ഈ ആത്മനിറവിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അകത്തെ പരിശുദ്ധാത്മാവിനെ പുറകോട്ടല്ല മുന്നോട്ടാണ് നയിക്കുന്നത്. സ്തോത്രം. കല്ലറയിലേക്കുള്ള യാത്രയാണ് ഒരുപക്ഷെ, അല്ല, നിത്യതുറമത്തേക്ക് പറന്നു പോകാനുള്ള യാത്രയായിരിക്കാം. ഈ മണ്ണിൽ ഇരിക്കേണ്ടി വന്നാലും യേശുവിന്റെ വരവിങ്കൽ, അല്ല മണ്ണിൽ അടക്കപ്പെട്ടാലും കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ഈ മണ്ണിൽ നിന്ന് പറന്നു പോകും. മണ്ണിൽ മറയുന്ന വിശുദ്ധന്മാർ അവന്റെ കാഹളത്തിങ്കൽ രൂപാന്തരപ്പെട്ട ശരീരത്തോടെ എടുക്കപ്പെടും. അപ്പോൾ തന്നെ ജീവനോടിരിക്കുന്നവരും കണ്ണിമയ്ക്കുന്നതിന് നടുവിൽ പുത്തൻ ശരീരത്തോടെ മണ്ണിൽ നിന്ന് ഉഷസിന്റെ ആ പൂർണ്ണതയോടെ വരുന്ന യുവാക്കളെ പോലെ നമ്മളൊക്കെ എഴുന്നേൽക്കും. ദൂതതുല്യമായ മർത്യമല്ലാത്ത അമർത്യമായ ശരീരത്തിന് ഉടമസ്ഥർ എഴുന്നേൽക്കും. അങ്ങനെ നാം നിത്യരാജ്യത്തേക്ക് എടുക്കപ്പെടും. അവിടെ ചെന്നിട്ട് നമ്മൾ പറയുന്ന ഒരു പാട്ടായത്, അവിടുത്തെ രൂപം കാണുമ്പോൾ, ഇന്ന് ഞാൻ വിശ്വാസം കണ്ടുകൊണ്ട് ആരാധിച്ച, ഇന്ന് ഞാൻ വചനത്തിൽ കൂടെ കണ്ട, ഇന്ന് പ്രാർത്ഥനയിൽ ഞാൻ അനുഭവിച്ച എൻ്റെ കർത്താവിനെ, അരുമനാഥന്റെ പൊന്മുഖം ഞാൻ കാണും. അന്ന് മാത്രമേ എനിക്ക് തൃപ്തി ഉണ്ടാകത്തുള്ളൂ. അവന്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമാണ്? അല്ലല്ലേ? ആത്മനിറവിന്റെ ജീവിതം സംതൃപ്തിയുടെ ജീവിതമാണ്. ഈ മണ്ണിൽ പാർക്കുമ്പോഴും ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കുക. അതുകൊണ്ട് സദൃശവാക്യക്കാരൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 30-ാം അധ്യായത്തിലുണ്ട്, കർത്താവേ, 2 കാര്യം നിന്നോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. ഞാൻ ദരിദ്രനായി തീർന്നിട്ട് ദൈവത്തെ നിഷേധിപ്പാൻ, സ്തോത്രം, എല്ലാം തികഞ്ഞവനായിട്ട് എനിക്ക് ദൈവത്തെ അറിയത്തില്ലെന്ന് പറയുവാനും ഇടയാക്കാതെ നിത്യവൃത്തി തന്ന് എന്നെ സംതൃപ്തനാക്കണം. അതൊരു വലിയൊരു പ്രാർത്ഥനയാണ്. അല്ലേ? ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കുവാനോ ദൈവനിഷേധിയായി മാറുവാനോ ഇടയാകാതെ ഞങ്ങൾക്ക് അന്നെന്നുള്ളതെല്ലാം തന്ന് പോഷിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞ് ആയുസ്സുപര്യന്തം ജീവിക്കുവാൻ, ആത്മനിറവിന്റെ ജീവിതം സംതൃപ്ത ജീവിതമാണ് എന്ന കാഴ്ചപ്പാടോടെ മണ്ണിൽ ജീവിച്ച് നല്ല അന്തം പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാ മാന്യ വിശ്വാസ സമൂഹത്തിനും സഹായിക്കട്ടെ എന്ന ആശീർവാദത്തോടെ ഇന്നത്തെ വചനധ്യാനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നാളെ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ശരണപ്പെടായിരിക്കാം. കർത്താവിന്റെ വരവാണെങ്കിൽ അവിടുത്തെ രൂപം കണ്ട് തൃപ്തരാകുന്ന പ്രത്യാശയോടെ മണ്ണ്